Lord. Praise the Lord. No, wrong. When I say praise the Lord, you have to say hallelujah. That's the truth. Praise the Lord. Hallelujah. Yeah, തിരിച്ചു പറയണം. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയണം. What is the meaning of praise the Lord? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിപ്പിന്നാണ്. അല്ലേ? ദൈവത്തെ സ്തുതിപ്പിന്നാണ് പ്രൈസ് ദി ലോർഡ് എന്നാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തെ സ്തുതിപ്പിൻ. നിങ്ങളും തിരിച്ചെന്നോട് പറയുന്നത് ദൈവത്തെ സ്തുതിപ്പിൻ. സ്തുതി മോളിൽ പോയിട്ടില്ല. എത്രയോ ആളുകൾ ഇതുവരെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് നോ പ്രൈസ് ഗോഡ് ഗോൺ ടു ഹെവൻ. സോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിസ് ഇസ് ദ ട്രൂത്ത്. ഓക്കെ. സോ നിങ്ങളോട് കൂടെ ആയിരുന്ന നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ ഒരുപാട് സ്തുതിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദേശത്ത് കർത്താവ് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ദൈവകൃപയുടെ മഹാവെളിപ്പാടിൽ കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ, അവരെ ശുശ്രൂഷിക്കുന്നത്, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ സ്നേഹിക്കുകയും എന്നോട് കൂട്ടായ്മ കാണിക്കുകയും പല നിലയിൽ, എനിക്ക് വർണ്ണിക്കാൻ പറ്റാത്ത നിലയിൽ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത നിലയിൽ എന്നോട് സ്നേഹവും കൂട്ടായ്മയും കാണിച്ച വിശുദ്ധന്മാർക്ക് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഒരു കരം തന്ന് പ്രൈസ് ദി ലോർഡ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കാരണം എസ്പെഷ്യലി ഗ്രേസിൽ ഞാനതിനൊക്കെ വലിയ വില കാണുന്ന ആളാണ്. കാരണം ജനങ്ങൾ ഒത്തിരി പേര് നമ്മളെ വിരോധിക്കുമ്പോൾ അതിൻ്റെ നടുവിലൊരു സ്മൈലിംഗ് ഫേസ് കാണുന്നത് ഒരു വലിയ ഹാപ്പിയാണ്. സോ എനിവേ, വലിയ കാര്യങ്ങൾ യേശു നമുക്ക് വേണ്ടി ചെയ്തു. ഇനിയും ആ പ്രവൃത്തി തുടരുന്നു. കാൽവറിയിൽ പൂർത്തിയാക്കിയ പ്രവൃത്തി സ്റ്റിൽ കണ്ടിന്യൂ. ആ പ്രവൃത്തിയുടെ എഫക്റ്റ് ഇന്നും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വലിയ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു. അല്ലേ? നമുക്കൊരു മണിക്കൂറോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 12 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ പ്രോഗ്രാം അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. വളരെ വേഗത്തിൽ ഞാൻ പോകും. എൻ്റെ ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ നിങ്ങൾ ഉയരത്തിലുള്ളവരാകിയാൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഒരു നല്ലൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു ഉയരത്തിൽ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. നമ്മളതിനെ താഴോട്ടിങ്ങനെ സ്ട്രെച്ച് ചെയ്തു, താഴോട്ട് വലിച്ചു. കൈ വിട്ട് കഴിഞ്ഞാൽ എവിടെ പോകും റബ്ബർ ബാൻഡ്? തിരിച്ചു മുകളിൽ. താഴെ അത് ഫിക്സ് ചെയ്ത് മുകളിലോട്ട് വലിച്ചാൽ കൈ വിടുമ്പോൾ എങ്ങോട്ട് പോകും? നമ്മുടെ മൈൻഡ് കൊണ്ട് എവിടെ ഫിക്സ് ചെയ്യണം? മുകളിൽ ഫിക്സ് ചെയ്യണം. മുകളിൽ ഫിക്സ് ചെയ്തിട്ട് ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് താഴോട്ട് സ്ട്രെച്ച് ചെയ്യണം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഹെവൻലി മൈൻഡോട് പോയാൽ ഒന്നും വാങ്ങത്തില്ല. ഹെവൻലി പേഴ്സൺ, അതുകൊണ്ട് എനിക്ക് ചോറ് വേണ്ട. ശരിയാ, എനിക്ക് അരി വാങ്ങിക്കണ്ട, പച്ചക്കറി വാങ്ങണ്ട. അപ്പം നമ്മൾ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? മൈൻഡ് താഴോട്ട് ഇങ്ങനെ വളരെ സ്ട്രെച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിടി വിട്ടാൽ അന്നേരം മനസ്സവിടെ പോകണം. നമ്മുടെ വിശ്വാസികൾ നേരെ തിരിച്ചാ. ഇവിടെ ഫിക്സ് ചെയ്യും. മീറ്റിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ വലിക്കാൻ തുടങ്ങും. ഒരു പരുവത്തിന് മുകളിൽ എത്തുമ്പോഴത്തേന് യോഗം തീരും. കിടിക്കെന്ന് അത് വിടും, നേരെ എവിടെ പോകും? പിന്നെ ലോകത്തിലേക്ക് പോകും. എന്നിട്ട് യോഗം കഴിഞ്ഞിട്ട് പറയാം, ഒരു ഏകാഗ്രത ഇല്ലായിരുന്നു ഇന്ന് യോഗത്തിന് തോത്രം. സംഭവം എന്ന് പറയാം, വലിച്ചിട്ട് പൊങ്ങാൻ ചെയ്യാം. ആമേ. സോ ഫിക്സ് യുവർ മൈൻഡ് ഓൺ ഹൈ. ഹല്ലേലൂയ. സോ അവിടെ മനസ്സ് വെച്ചിട്ട് ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അതിനെ വലിച്ചുകൊണ്ട് വേണം. ഫോർ ഫാമിലി, ഫോർ ചിൽഡ്രൻ, ഫോർ എവറി പർപ്പസ്, വേൾഡ്ലി പർപ്പസിന് താഴെ കൊണ്ടുവരണം. എന്നിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ മനസ്സ് എങ്ങോട്ട് പോകണം? വെറുതെ ഇവിടെ അലയരുത്. അലയാൻ പറ്റത്തില്ല, കാരണം ഫിക്സ്ഡ് ഓൺ ഹെവൻലീസ്. സോ അങ്ങനെ ഹൃദയമുള്ള ഒരു കൂട്ടം ആളുകളെ കർത്താവ് കൊണ്ടുവരട്ടെ. താങ്ക് ഗോഡ് ഫോർ ദ മെസ്സേജ്. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാൽവറിയിൽ നമുക്ക് വേണ്ടി വില കൊടുത്തു, നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് എത്ര പേർക്ക് ഉറപ്പായി? യേശു തന്നെ നമുക്ക് മറുവിലയായിരുന്നു.
കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങും. ഒരു കുഞ്ഞ് വാക്യം നമ്മൾ ഇന്നൊന്ന് വായിച്ച് ആരംഭിക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 7. കുറച്ച് വാക്യങ്ങൾ പെട്ടെന്നൊന്ന് എടുത്താൽ നമുക്ക് ഒന്ന് ചിന്തിച്ച് പോകാൻ കഴിയും. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതൽ ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അടുത്ത വാക്യം 16-ാമത്തെ വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിക്കുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്ക് ഉണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. നല്ലത് ചെയ്യാനുള്ള താല്പര്യം എനിക്ക് ഉണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. 19-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് നോക്കി. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അപ്പം ചെയ്യാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല, ഇച്ഛിക്കാത്തതല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ആമേൻ. 8-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചു. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ എന്തില്ല? ശിക്ഷാവധിയില്ല. താഴത്തെ 2-ാം വാക്യം പറയുന്നു, കാരണം എന്താണെന്നറിയാമോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. The law of the spirit of life. മറുവശത്ത് the law of sin and law of death. എന്താണ് ഈ law of sin? എന്താണ് ഈ law of death? ഈ 2 നിയമങ്ങളിൽ നിന്ന് എന്നെ സ്വാതന്ത്ര്യം വരുത്തിയത് 3-ാമത്തെ വേറൊരു നിയമമാണ്. ആ നിയമത്തെ എന്താ പറയുന്നത്? ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, ഹൗ ക്യാൻ ഐ സ്പ്ലിറ്റ് ഇറ്റ് ടു? ജീവന്റെ പ്രമാണം, ആത്മാവിൻ്റെ പ്രമാണം. ഡിഡ് യു ഗെറ്റ് മീ? അപ്പം ഇത് രണ്ടും കൂടെ രണ്ടായിട്ട് പറയാതെ പരിശുദ്ധാത്മാവ് ജീവന്റെ പ്രമാണം എന്നും ആത്മാവിൻ്റെ പ്രമാണം എന്നും പറയാതെ രണ്ടും കൂടെ ചേർത്തിട്ട് പറയുന്നു ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്നിട്ട് അപ്പുറത്തുള്ളത് മരണത്തിൻ്റെ പാപമരണത്തിൻ്റെ പ്രമാണം എന്നല്ല എഴുതിയേക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം, ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോകും. പാപമരണം എന്ന് ഒരുമിച്ച് പറയാതെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പം ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മൾ ഇച്ചിരി കൂടെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണ് ജീവന്റെ പ്രമാണമെന്നും എന്താണ് ആത്മാവിൻ്റെ പ്രമാണമെന്നും എന്താണ് പാപത്തിൻ്റെ പ്രമാണമെന്നും എന്താണ് മരണത്തിൻ്റെ പ്രമാണമെന്നും ഞാൻ സവിസ്തരം പ്രസംഗിക്കാൻ പോയാൽ നമ്മുടെ ഇന്നത്തെ യോഗം കഴിയും, നാളത്തെ യോഗം കഴിയും, അടുത്ത ഒരാഴ്ചത്തെ യോഗം കഴിയും. ആമേ, മനസ്സിലാവുന്നുണ്ടല്ലോ? പക്ഷെ അത്ര വലിയ കാര്യത്തെ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതാണ് കൃപയ്ക്കകത്തുള്ള മഹാത്ഭുതം. സ്വത്രം മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും വലിയ കാര്യം അങ്ങനെ ചെറുതായിട്ട് പറയുന്നതാണ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ആസ് ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും എനിക്ക് സ്റ്റുഡൻസ് ആണ്. ആമേ, ഇത് മുഴുവൻ നിങ്ങൾ വിഴുങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ചൊറിച്ചിൽ വരും. ആമേ, കാരണം നമ്മളിത് തരുന്നത് ഇങ്ങനെ എല്ലാം കൂടെ അങ്ങ് കഴിച്ച് എല്ലാവരും ഒരു PhD ലെവലിൽ എത്തണമെന്നാണ് നമ്മുടെ ആശ.
ആസ് ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിലുള്ള ആശയങ്ങൾ. അങ്ങനെ അതല്ല, ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറും അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോൾ സ്കൂളിൽ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചപ്പോൾ നാളെ നമ്മൾ വളർന്ന് പൈസ ഉണ്ടാക്കി ടീച്ചറിന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? സ്തോത്രം. അങ്ങനെ ഏതെങ്കിലും ടീച്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? പക്ഷേ ആത്മാർത്ഥമായി തൊണ്ട കീറി പിള്ളേരിരുന്ന് ബഹളം വെച്ചാലും ഷാടാപ്പ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പഠിപ്പിച്ച് എന്തിനാ? എന്നേലും നന്നായി പോകുമെന്ന് വിചാരിച്ച. ആമേൻ. അതേപോലെ തന്നെയാണ്. സ്തോത്രം. ഞാനും അങ്ങനെ തന്നെ. എന്തായാലും ഇത് ഒരു ഗുണമായി മാറും. 1 മണിക്കൂർ കൊണ്ട് യേശു അപ്പച്ചൻ വൻകാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞാട്ടെ. യേശു എല്ലാം ചെയ്തെന്ന് നല്ല ബോധ്യത്തോടെ. കാരണം അത് നമ്മുടെ ബാക്ക് ബോണാണ്. പക്ഷേ ഈ ബാക്ക് ബോണിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഒരുപാട് സത്യങ്ങൾ, മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ഞാൻ എപ്പോഴും കർത്താവിൽ ദൈവദാസൻ പറഞ്ഞൊരു പദം ഓർക്കാറുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്. അവൻ ഞങ്ങളെ ദൈവഗ്രഹത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാക്കി. വി ആർ ദ സ്റ്റുവേർഡ്സ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. സ്റ്റുവേർഡ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ നിങ്ങൾക്ക്. ഒരു കാര്യത്തെ, സ്വന്തമല്ലാത്ത കാര്യമാണ്, യജമാനൻ്റെ സമ്പത്തെടുത്ത് വിശ്വസ്തയോടെ മറ്റൊരുത്തിന് കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവൻ്റെ പേരാണ് സ്റ്റുവേർഡ്. അപ്പോൾ ദൈവഗ്രഹത്തിനകത്തോട്ട് കയറി ചെന്ന്, ആ കലവറയ്ക്കകത്തോട്ട് കയറി ചെന്ന് അവിടുത്തെ രഹസ്യങ്ങളെ എടുത്തുകൊണ്ട് വന്ന് വിശുദ്ധ സഭയ്ക്ക് വിളംബരം ചെയ്യാൻ, വ്യാപാരം ചെയ്യാൻ, വ്യാപനം ചെയ്യാൻ തമ്പുരാൻ നിയോഗിച്ചവരെയാണ് ഗ്രഹവിചാരകൻ എന്ന് ദൈവം വിളിക്കുന്നത്. ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പം പാപത്തിന് പ്രമാണം എന്താ? മരണത്തിന് പ്രമാണം. പെട്ടെന്ന് പോകാൻ പോവാം. മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ 7-ാം അധ്യായത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ഞാൻ 19-ാം വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ. അപ്പം നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുള്ള നന്മ എനിക്ക് ചെയ്യുവാൻ പറ്റുന്നില്ല. താഴെ പറയുന്നു, എനിക്ക് ആഗ്രഹമില്ലാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരുപാട് പിന്മാറ്റക്കാരന്മാരുടെ ആശ്വാസവചനമായത്. സ്തോത്രം. പിന്മാറ്റക്കാരെന്ന് പറഞ്ഞില്ലേ? പാവത്തെ ഇഷ്ടപ്പെടുന്ന, പാവം ചെയ്തിട്ട് ഒഴിവ് കഴിവ് പറയുന്ന, ഏത് പാവം ചെയ്തിട്ടും ഒരുമാതിരി തല ചൊറിഞ്ഞ് അറിയാതെ പറ്റിപ്പോയി ബലഹീന പാത്രമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൊച്ചന്മാരുടെ ആശ്വാസവചനമായത്. പക്ഷെ ഇതല്ല. ഇത് അവർക്ക് അങ്ങനെ ആശ്വസിക്കാനുള്ള വചനമല്ല. ഇത് വാസ്തവത്തിൽ പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പിശാചിൻ്റെ മുഴുവൻ പ്രവൃത്തിയിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആത്മീക യാത്ര നടത്താൻ ആശിക്കുന്ന വിശുദ്ധൻ ചെക്ക് പോയിന്റിൽ വന്ന് നിൽക്കുക. ചെക്കിങ് വന്നിരിക്കുക. മനസ്സിലായോ? ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ചെക്ക് പോസ്റ്റും കൂടെ ഒന്ന് ക്രോസ് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹൈവേ ഉണ്ട്. നിന്റെ പ്രയത്നം കൂടാതെ നിന്നെ ഒരാൾ നടത്തിക്കൊണ്ട് പോകാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഇത്രയും നാളത്തെ മുഴുവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് റോമാലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായത്തിൽ യേശു തൻ്റെ കാൽവറിയിൽ ചെയ്ത പ്രവൃത്തിയാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിമോചനം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഇത് മുഴുവൻ പ്രാപിച്ചൊരു വിശുദ്ധൻ, മുഴുവൻ പേപ്പറും ക്ലിയറായി. ഇനിയവൻ അടുത്ത രാജ്യത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു നിലയിലേക്ക് പ്രവേശിക്കുവാനായി ഒരു ചെക്ക് പോസ്റ്റിൽ വന്ന് നിൽക്കുകയാണ്. ഈ ചെക്ക് പോസ്റ്റാണ് നിയമം എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ്. ഇവിടം കൂടെ അവൻ സ്വതന്ത്രനായാൽ അടുത്ത മിനിറ്റ് മുതൽ ഇവനല്ല നടക്കാൻ പോകുന്നത്. അടുത്ത നിമിഷം മുതൽ കാൽവറി കുരിശിൽ യേശുനാഥൻ മരിച്ചത് മുഖാന്തരം അവിടുന്ന് അയക്കപ്പെട്ട ആത്മാവ് ആ നിമിഷം മുതൽ ഇയാളെ നടത്താൻ പോകുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനം 8:1 പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8 അവസാനം പറയുന്നു, ലോകത്തിലെ ഒരു ശക്തിക്ക് എന്നെ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിടിപ്പിക്കാൻ പറ്റില്ല. Did you get me? ഞങ്ങൾ നമ്മൾക്കിത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ശിക്ഷയില്ലെന്നൊന്നും പറയരുത്, മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോകും. സ്തോത്രം. പക്ഷെ ഇവിടെ വേദോസം പറഞ്ഞു ശിക്ഷയില്ലെന്ന് പറഞ്ഞവൻ നശിച്ചെന്നല്ല എഴുതിയേക്കുന്നത്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആത്മാവ് എഴുതി വെച്ചു, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ. അതിനകത്ത് ഒത്തിരി സന്തോഷം. ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പൗലോസിന്റെ കാലത്തുണ്ടായിരുന്നതും നമ്മുടെ കാലത്ത് വരാൻ പോകുന്നത്. പൗലോസിന്റെ കാലത്ത് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു, പൗലോസിന്റെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. സ്വത്രം. പൗലോസിന്റെ കാലത്ത് നമ്മൾ ഈ കാണുന്ന സകല ഒരു പാപവും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന ഒരു പ്രലോഭനം അന്നത്തെ കാലത്തില്ലായിരുന്നു. പൗലോസിനറിയാം വരാനുള്ള കാലത്ത് പുത്തൻ സാധനം പുതിയ ട്രേഡ് മാർക്കോടെ വരും. അതിനും ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ പറ്റില്ലെന്ന് ദൈവത്തിനറിയാമെന്നല്ല എഴുതിയേക്കുന്ന, എനിക്ക് ഉറപ്പുണ്ടെന്ന്. ക്രിസ്തുവേശുവിൽ എനിക്ക് ശിക്ഷയില്ലെന്ന് പറഞ്ഞ് ക്രിസ്തീയ ജീവിതം ആരംഭിച്ചാൽ ജീവിതാന്ത്യത്തിൽ നീ വിളിച്ചു പറയും, നീ ഉറക്ക വിളിച്ചു പറയും, ഹേ, ലോകത്തിലെ ഒരു ശക്തിക്കും ഈ മഹാസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ തൻ്റെ ഇടത്തോടെ പ്രസംഗിക്കുന്ന ക്രിസ്തുവേശുള്ളവർക്ക് എന്തില്ലെന്ന്.
മോനെ ശിക്ഷയുണ്ടെന്ന് പ്രസംഗിച്ച് നോക്ക്, ഒടുവിൽ നീ എത്തും. ഇതുപോലൊരു ക്രൂരനായ ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, തമ്പുരാനുമായിട്ട് എനിക്ക് ബന്ധമില്ലെന്ന്. സ്വത്രം അതിൻ്റെ ഓപ്പോസിറ്റ് അത്. ന്യായവിധി പ്രസംഗിക്കുന്നിടത്തുനിന്ന് ജനങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. കൃപ പ്രസംഗിക്കുന്നിടത്ത് ജനം പിന്മാറ്റത്തിൽ ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നു അപ്പന്റെ വീട്ടിൽ കൃപ വെളിപ്പെട്ടാൽ മുടിയമ്പുത്രം വീട്ടിലെത്തും. അപ്പന്റെ വീട്ടിൽ കൃപ വെളിപ്പെട്ടാൽ ന്യായപ്രമാണക്കാരൻ വീടിന്റെ വെളിയിൽ പോകും. സ്തോത്രം, ഒരു സ്തോത്രം പറ. ഫാദർ ഹൗസിൽ ഗ്രേസ് വെളിപ്പെട്ടാൽ എവിടെ കിടക്കും? കുണ്ടറ കിടക്കുന്ന, പന്നിക്കൂട്ടി കിടക്കുന്ന, ദുർനടപ്പിൽ കിടക്കുന്ന, അഴുക്കിൽ കിടക്കുന്നവൻ കൃപയുണ്ടെന്നറിഞ്ഞ ചാടി ഇവിടെ വരും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സത്യത്തിൽ ഇവൻ വീട്ടിൽ വന്നത് വിശന്നതുകൊണ്ട്. സ്തോത്രം ഇല്ലേ? മുടിയമ്പുത്രം വീട്ടിൽ വന്നത് എന്തുകൊണ്ട്? വിശപ്പുണ്ട്. നമ്മുടെ ആള് പറയും അത് പന്നിയുടെ കൂട്ടിൽ വാളവരെയായിരുന്നു, തിന്നു മടുത്തു. സ്വത്രം ഉപദേശം ഇല്ലാത്തത് കൊണ്ട് അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന്. അതൊന്നും ഉപദേശമൊന്നുമല്ല, പന്നിക്കൂട്ടിൽ ഉപദേശം. അവന് വയററിഞ്ഞു. അവന് സത്യത്തിൽ ചിന്തിച്ചെന്നറിയോ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ബാല്യക്കാർ തിന്ന് ശേഷിക്കുന്നു. സത്യത്തിൽ അവൻ നോക്കിയപ്പം വീട്ടുവേലക്കാർ തിന്നുന്ന പാത്രം അവൻ ഓർമ്മ വന്നത്. ഞാൻ അവൻ്റെ അപ്പൻ്റെ വീട്ടിൻ്റെ മേശയിൽ അവൻ തിന്ന പാത്രമല്ല, ആ പാത്രത്തിൽ ഇനി അവൻ അവകാശമല്ല. കാരണം അവൻ വാങ്ങിച്ചതെല്ലാം വാങ്ങിക്കൊണ്ടാണ് പോയത്. സ്തോത്രം. അവനിപ്പോൾ ചിന്തിച്ചത് വീട്ടിലെ ജോലിക്കാർ തിന്നുന്ന പാത്രമാണ്. പന്നിക്കൂട്ടിരുന്നപ്പോൾ അവൻ ചെയ്യുന്നത് അവൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തെങ്ങിന് കിളച്ചുകൊണ്ടിരുന്ന രാമൻകുട്ടിയുടെ പാത്രം നോക്കിയപ്പോൾ രാമൻകുട്ടിക്ക് തിന്നാൻ വയ്യാതെ പാത്രത്തിൻ്റെ പകുതി വെച്ചിട്ട് പോന്നു. സ്തോത്രം. പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിലെ വേലക്കാരൻ്റെ പാത്രത്തിൽ തിന്ന് ശേഷിക്കാൻ കഴിയാതെ, തീർക്കാൻ കഴിയാതെ കാര്യങ്ങൾ ശേഷിച്ചിരിക്കുക, ഞാനിവിടെ കിടന്ന് പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഇവിടുന്ന് പോവുക. എന്തുകൊണ്ട് പോവുക? പുള്ളിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ വേലക്കാർക്ക് പോലും അളവില്ലാതെ കൊടുക്കുന്നവനാ. സ്തോത്രം, ഒരു സ്തോത്രം പറ. എൻ്റെ അപ്പൻ വേലക്കാർക്ക് പോലും അളവ് കൂടാതെ കൊടുക്കുന്നവനാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ പോവുകയാ. എന്തിനാ? എനിക്ക് ഒരു വേലക്കാരനാകാൻ. വേലക്കാരനാകാൻ വന്നതാ. ചിലർ പ്രസംഗിക്കാറുണ്ട്, നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചെന്ന്. അങ്ങനൊന്നും അല്ല. സ്തോത്രം. ഞാൻ പുള്ളി തിയോളജി പഠിച്ചുകൊണ്ട് വരിക ഇല്ലേ? ഞാൻ 3 തിയോളജിയും പഠിച്ചുകൊണ്ടാണ് പുള്ളി വരുന്നത്. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, വേലക്കാരെ പോലെ ആക്കണമേ. എനിക്കൊന്ന് മനപ്പാടം പറഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം അപ്പനെ കാണുമ്പോൾ ഉടനെ പറയാൻ. അപ്പം പറഞ്ഞ് വരുമ്പോഴേ അപ്പൻ അറിയാം അവൻ ഇതും പഠിച്ചുകൊണ്ട് വരുവാന്ന്. കാരണം അവൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്നത്. കാരണം അവനെ പാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റു പറഞ്ഞാലേ വിടുതലുള്ളൂ. സ്വത്രം പറ. സ്വത്രം പറഞ്ഞില്ല. പിന്നെ നമ്മുടെ ഇടയിലെ സഭകളിലൊന്നും അവൻ കയറാഞ്ഞത് ഭാഗ്യം. എന്താണെന്നറിയോ? ഈ മുഷിഞ്ഞ വേഷത്തോടെ അപ്പൻ്റെ വീട്ടിൽ വിടത്തില്ല. സമയമില്ല നമ്മൾ വിശദീകരിക്കാൻ. അപ്പോൾ ഇവൻ നേരെ മുമ്പോട്ട് വന്നിട്ട് ഇവൻ ഇങ്ങോട്ട് വരുന്നത് കാണുകയും അപ്പനൊരൊറ്റ ഓട്ടത്തിന് ഓടി അങ്ങോട്ട് ചെന്ന് കെട്ടി അങ്ങോട്ട് പിടിച്ച് ചുംബനം അങ്ങോട്ടും കൊടുത്തെന്ന കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു തുടങ്ങി. അഴുക്ക് മുഖത്ത്. സ്തോത്രം. നാറിയവൻ്റെ മുഖത്ത് പന്നിക്കൂട്ടിലെ സ്പ്രേ അടിച്ചിട്ട് വരിക, കെട്ടിപ്പിടിച്ച്. നമ്മളെന്ന് പറയും, വിശുദ്ധമായത് മാത്രമേ എൻ്റെ വീട്ടിൽ പ്രവേശനമുള്ളൂ. ആമേൻ. കുളിച്ചിട്ട് വാ, ഉമ്മ തരാം. അങ്ങനെയാണ് നമ്മളിന്ന് പഠിപ്പിച്ചു വെച്ചേക്കുന്ന ദൈവം ഏതാ? സുന്ദരനെ മാത്രം കെട്ടിപ്പിടിക്കുന്ന ദൈവം. അത് ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം അടിച്ചുകൊണ്ട് വരുന്നതിനെ മാത്രം ചുംബിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ പേര് യഹോവ എന്നല്ല, വേറെ ഏതോ വായെന്ന. ഇവിടെ മുഴുവൻ അഴുക്കൻ പന്നിക്കൂട്ടിൽ മാറാൻ വസ്ത്രമില്ലാതെ മുഷിഞ്ഞ വസ്ത്രമായിട്ട് വന്നവനെ ഒരു കണ്ടീഷൻ കൂടാതെ കെട്ടി അങ്ങോട്ട് വിളിച്ച് തുരുതുരാ ചുംബിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പന്റെ ചെവിയും മകന്റെ വായും അടുത്ത് വന്നപ്പോൾ ആ ചെവിയിലോട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തോടും നിന്നോടും ഭാവിച്ചത്. കർത്താവ് പറഞ്ഞു, ഇതൊന്നും കണ്ടല്ലടാ പൊന്നുവനെ, ഞാൻ നിന്നെ അംഗീകരിച്ചേ. അപ്പൊ പിന്നെന്താ? ഞാൻ നിന്നെ ഈ കെട്ടിപ്പിടിച്ചത് കൊണ്ടാ നിന്റെ വായിന്ന് ഇത് വന്നത്. ആമേൻ പറ. കൃപയുടെ മാനസാന്തരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മാനസാന്തരപ്പെട്ടാൽ അംഗീകരിക്കുന്നു പറയുന്നത് മതമാ. അംഗീകരിക്കപ്പെട്ടത് കൊണ്ട് മാനസാന്തരപ്പെടും എന്ന് പറയുന്നത് കൃപയാ. യു ആർ അക്സെപ്റ്റഡ്. എന്നെ കെട്ടിപ്പിടിച്ച പിന്നെ എനിക്ക് ഏത് കാര്യമാണ് പറയാൻ മടി? നിങ്ങൾ പറ. ഞാൻ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് നിലവിളിക്കും. അംഗീകരിച്ചു എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഏതും തുറന്നു പറയും. റൈറ്റ്? എനിക്കൊന്ന് അപ്പൻ്റെ ചെവിയിലോട്ട് നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തെന്ന് പറഞ്ഞിട്ട് ബാക്കിയൊന്നും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ പദം, മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. മൂന്നാമത്തെ ഒരു പദമുണ്ട് തിയോളജിയിൽ, നിന്റെ ഒരു വേലക്കാരനായിട്ട് തന്നെ ആക്കണം. കർത്താവ് പറഞ്ഞു, സോറി അത് വേണ്ട, അത് കയ്യിലിരിക്കട്ടെ, തൽക്കാലം ഈ വീട്ടിൽ വേലക്കാർ വേണ്ട. അതെന്താ? നിന്റെ മൂത്ത ചേട്ടനെ ഇപ്പോൾ വേലക്കാരനാണ് ഇവിടെ. ഞാൻ ഒറ്റ കാര്യത്തിൽ പറയാം. ആ വീട്ടിൽ കൃപ വെളിപ്പെട്ടപ്പോൾ മുടിയൻ വീട്ടിനകത്തെത്തി. അതേ വീട്ടിൽ കൃപ വെളിപ്പെട്ടപ്പോൾ ശ്രേഷ്ഠനായ മൂത്ത മോൻ വീട്ടിൻ്റെ വെളിയിലും പോയി. ഈ ലോകത്തിലെ ചർച്ചിനകത്ത് ഇത് വെളിപ്പെടാൻ പോകും അന്ത്യകാലത്ത്. നിങ്ങൾ കുറിച്ച് വെച്ചോ. കഥയ്ക്കകത്ത് ഒറ്റ അർത്ഥമേ ഉള്ളൂ. കഥ തുടങ്ങിയപ്പോൾ ഇളയവൻ പുറത്ത്, മൂത്തവൻ അകത്ത്. കഥ തീർന്നപ്പോൾ ഇളയവൻ അകത്ത്, മൂത്തവൻ പുറത്ത്. ആമേൻ. ഞാൻ ഒരു വലിയ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇളയവനെ തേടി അപ്പൻ ഇതുവരെ പുറത്തു പോയിട്ടില്ല.
പക്ഷെ മൂത്തവനെ പോയി തേടിപ്പോയിട്ട് ദൈവം ഇതുവരെ അകത്ത് കയറിയിട്ടുമില്ല. സ്വോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇല്ലേ? ആ കഥ തീർന്നപ്പോൾ ദൈവം അകത്തല്ല, ദൈവം പുറത്താ. ആർക്ക് വേണ്ടിയാ? മൂത്തവനോട് വാദിച്ചോണ്ടിരിക്കടാ, പാപം മൊത്തം ക്ഷമിച്ചാ, നീ അവനെ കുറ്റം പറയാതിരിക്കുക. അവൻ ഫുള്ള് അവനെന്തിന് മോതിരം കൊടുത്തു? തോത്രാമേ. അവനെന്തുകൊണ്ട് അങ്കി കൊടുത്തു? എടാ സമാധാനം, ഇഷ്ടംപോലെ അങ്കി ഉണ്ടടാ മക്കളെ, നീ ഒന്ന് വന്ന്. ഞാൻ ഇത്ര നാളാട്ടോ ആട്ടുംകുട്ടിയെ തന്നില്ല, എന്തുകൊണ്ട് കാളക്കുട്ടിയെ കൊടുത്തു? ഇവനോടൊന്ന് തർക്കിച്ച് ഫാദറിന് ഇതുവരെ വീടിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. സ്വോത്രം പറഞ്ഞിട്ട് കൃപയുടെ ആളുകളകത്ത് നല്ല ഒന്നാം തരം ബിരിയാണി കഴിക്കുമ്പോഴും അപ്പൻ ഈ മുടിയൻപുത്രന്റെ ചേട്ടന് വേണ്ടി പുറത്തു നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞു. This is happening. Hallelujah. So ഇവിടെ ഞാൻ അതൊന്നുമല്ല എൻ്റെ വിഷയം. യേശു ക്രിസ്തു ഇവിടെ വചനം പറയുന്നു, ഇച്ഛിക്കാത്ത തിന്മ, ശ്രദ്ധിക്കണം, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു, ഇച്ഛിക്കുന്നതൊട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുവാ പാപത്തിന്റെ പ്രമാണം? എന്താ മരണത്തിന്റെ പ്രമാണം? ഈ മരണത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ, കേൾക്കുന്നുണ്ടോ? ദ ലോ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആശയുണ്ട്, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല. അതിനെയാണ് മരണത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. Did you get me? എനിക്ക് ഇച്ഛയില്ല, പക്ഷേ ഞാനത് പ്രവർത്തിക്കുന്നു. അതാണ് പാപത്തിന്റെ പ്രമാണം. 8:2 തുടക്കത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? 8 തുടക്കത്തിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ, മരണത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇച്ഛയുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. മരണത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇച്ഛയില്ല, എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് കള്ളം പറയണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് അഴുക്കിൽ പോകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്തത് പ്രവർത്തിച്ചു പോകുന്നു. ദാറ്റ് ഈസ് ദ ലോ ഓഫ് സിൻ. വ്യക്തമായോ? താഴത്തെ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ എവിടെ കൊടുത്തേക്കുന്നത്? 7 കൊടുത്തേക്കുന്നത്. 8:2 എക്സ്പ്ലനേഷൻ 7:14-16 മുതൽ വാക്യങ്ങളിൽ കൊടുത്തിരിക്കുക. എന്താ? ഇഷ്ടമുള്ളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ പറ്റുന്നില്ല, മരണത്തിന്റെ പ്രമാണം. ആഗ്രഹമില്ലാത്ത കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി എന്നിലൂടെ പുറത്തു വരുന്നു, പാപത്തിന്റെ പ്രമാണം. ഈ രണ്ടവസ്ഥയിലാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് വേദവസ്തം നമ്മൾ പറയുന്നത്, യേശു പറഞ്ഞത്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? മരിക്കും. അപ്പൊ നന്മ തിന്മകളെ വെച്ചുള്ള വൃക്ഷഫലം തിന്നോ? മനുഷ്യൻ തിന്നു. തിന്നതിൻ്റെ അന്ന് എന്ത് സംഭവിച്ചു? മരിച്ചു. മരിച്ചാലുള്ള കുഴപ്പം എന്താ? ജീവനില്ല എന്നുള്ള പ്രശ്നം. ജീവനില്ലാത്തതല്ല മരണത്തിന്റെ അവസ്ഥ. ഇച്ഛ ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി മരിച്ചപ്പോ. അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് കിട്ടി. ഇത് നന്മയാണെന്നും ഇത് തിന്മയാണെന്നും വ്യക്തമായ അറിവ് കിട്ടി. പക്ഷെ കുഴപ്പം, തിന്ന നിമിഷം അറിവ് വന്നെങ്കിൽ കൂടെ മരണം വന്നതിനാൽ നല്ലത് ചെയ്യാൻ ഇടമെന്നറിയാം, നല്ലത് ഇതാണെന്നറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് തന്നെയാണ് ന്യായപ്രമാണവും. ന്യായപ്രമാണവും നീ വായിച്ചാൽ 365 പ്രമാണം പറയുന്നു അരുത്, ഈവിൾ. 248 പറയുന്നു ചെയ്യണം, ഗുഡ്. ന്യായപ്രമാണം എന്താ? നന്മയും തിന്മയും. ഇത് നീ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അറിയും. അറിയുന്നതിൻ്റെ അന്ന് നീ മരിക്കും. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, ഇത് കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണത്തിന്റെ ശുശ്രൂഷയാണ്. ആമേൻ. ഇതെങ്ങനെ കൊല്ലുന്നത് മനുഷ്യനെ? ഇതങ്ങോട്ട് തന്നെ കഴുത്തറുത്ത് കൊല്ലുകയല്ല. അറിയുന്ന നിമിഷം മനുഷ്യൻ കഴിവില്ലാത്തവനായി മാറുന്നു. നല്ലത് ചെയ്യണം വലിയ ആഗ്രഹമായി, നിമിഷം ദ ലോ ഓഫ് ഡെത്തിൽ അവനായതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത
ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നു. ദീസ് ആർ ദ ടു ലോസ്. ശാന്തമായിട്ട് ഇത് മനസ്സിലാക്കി കൊണ്ടുപോവാം. എന്നിട്ട് വചനം പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഓ, ഐ ലവ് ഇറ്റ്. രണ്ടുകൂടെ ചേർത്ത് പറയാം, രണ്ടുകൂടെ ചേർത്ത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ പ്രമാണം ആത്മാവിന്റെ പ്രമാണം എന്നല്ല, ജീവന്റെ പ്രമാണം ആത്മാവിന്റെ പ്രമാണം. എന്തോ ഇതിന്റെ അർത്ഥം? ഇതെങ്ങനെ പോസിബിളായി? എന്തുവാ ജീവന്റെ പ്രമാണം? എന്താണ് ആത്മാവിന്റെ പ്രമാണം? അങ്ങനെയാണെങ്കിൽ മറ്റു പ്രമാണത്തിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ലിസൺ ടു മീ. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിന്റെ ഓപ്പോസിറ്റ് അല്ലേ ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം? അപ്പൊ മരണത്തിന്റെ പ്രമാണത്തിന്റെ ഓപ്പോസിറ്റ് ജീവന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണത്തിന്റെ ഓപ്പോസിറ്റ് ആത്മാവിന്റെ പ്രമാണം. വിശുദ്ധിയുടെ പ്രമാണം എന്നല്ല. നമ്മൾ പാപത്തിന് എന്ത് ഓപ്പോസിറ്റ് ഇടും? ലൈഫ് ഇൻ സിൻ ഈസ് ഈക്വൽ ടു ലൈഫ് ഇൻ ഹോളിനെസ് എന്നല്ല നമ്മൾ ഇടൂ. റോങ്. ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ലൈഫ് ഇൻ സിൻ ഇതിന്റെ ഓപ്പോസിറ്റ് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് ആണ്. ഓ ഹല്ലേലൂയ, ദാറ്റ്സ് എ ട്രൂത്ത്. അപ്പൊ ഇത് രണ്ടും യേശു എങ്ങനെ ചെയ്തു? യേശു എങ്ങനെ ചെയ്തേ? യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ ഈ രണ്ട് നിയമങ്ങളും വെളിപ്പെട്ടു. ഈ രണ്ട് നിയമത്തിനും പരിഹാരം വരുത്തി. യേശു ക്രിസ്തു മരിച്ചപ്പോൾ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. എന്ന് പറഞ്ഞാൽ പാപം എന്ന നിയമത്തെ അവൻ തന്റെ മരണം കൊണ്ട് കീഴടക്കി. മരണം എന്ന നിയമത്തെ അവൻ തന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് കീഴടക്കി. ഒരു സ്തോത്രം എന്ന് ഉറക്കെ പറയണം. യേശുനാഥൻ മരിച്ചപ്പോ നമ്മൾ പറയുന്നു പാപപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനായി. മൂന്നാം നാളിൽ മരണത്തെ വിട്ടവൻ ഉയർത്തെഴുന്നേറ്റപ്പോ അടുത്തൊരു നിയമം രംഗത്ത് വന്നിട്ട് പറഞ്ഞു, മരണമേ ഒരുപാട് നാൾ നിനക്ക് ഇവനെ വെക്കാൻ പറ്റില്ല, നീ എല്ലാവരെയും കൊല്ലുന്നതാ നിന്റെ പ്രമാണമെങ്കിൽ. മൂന്നാം നാളിൽ പുറത്തു വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഐ ആം ഫ്രീ ഫ്രം ദ ലോ ഓഫ് ഡെത്ത്. ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ലോ ഓഫ് സിൻ യേശുവിനെ കൊന്നു. ആമേൻ. യേശുവിന്റെ മരണത്തിന്റെ കാരണം ലോ ഓഫ് സിൻ. ലോ ഓഫ് ഡെത്ത് അവന്റെ ഉയർപ്പിനകത്ത് തകർക്കപ്പെട്ടു. ഇത് രണ്ടും, ഒന്ന് മരണത്തിൽ തോറ്റു, മറ്റൊന്ന്, ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനം, മരണത്തിൽ എങ്ങനെ പാപപ്രമാണം തോറ്റു? ഹല്ലേലൂയ. മരണത്തിൽ യേശുനാഥന്റെ മരണം കൊണ്ട് പാപം എന്നേക്കുമായി അവസാനിച്ചു. വിശ്വസിക്കുന്നവരെന്നല്ല ആമേൻ പറയണം. യേശുവിന്റെ മരണത്തിന് ശേഷം സ്വർഗത്തിൽ പാപം ഒരു പ്രശ്നമല്ല. അയ്യോ, തെറ്റിദ്ധരിക്കരുത്, പാപം ചെയ്യുന്ന എല്ലാം പ്രശ്നമല്ലെന്ന് പറഞ്ഞ്. സിൻ എന്ന് പറയുന്നത് ഹെവനിൽ ഒരു പ്രോബ്ലം അല്ല, സോൾവ് ചെയ്ത് പ്രോബ്ലം. ഒരു ഉദാഹരണം പറയാം. ഈ വീടിന് ചോർച്ച ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു ഭാഷ വെച്ച് പറയുക. ചോർച്ച അടയ്ക്കാൻ വേണ്ടി ഞാൻ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തു, ഇത്ര ലക്ഷം രൂപയ്ക്ക് അതെല്ലാം അടച്ചു തരണം, ഇത്ര രൂപ കൊടുക്കണം എന്ന്. ഈ മനുഷ്യൻ ചോർച്ചയൊക്കെ മാറ്റാനായിട്ട് വന്നു, എല്ലാം ചെയ്തു. ലാസ്റ്റ് പൈസ തിരിച്ചു കൊടുത്തു. അവസാനത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നന്നായി പണി ചെയ്തു വച്ചാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ഒരു മഴ പെയ്തു. നേരത്തെ ചോർന്നതിനേക്കാളും 10 തുള്ളി അധികം താണ്ട് വരിക. എന്ത് പറയും? ടെറ്റലസ്റ്റ എന്ന് പറയുമ്പോൾ നിന്റെ കാര്യം ടെറ്റലസ്റ്റി ആയി എന്ന് പറയുമോ? പറ. ഡിഡ് യു ഗെറ്റ് മീ? കർത്താവ് കാൽവരി കുരിശിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇന്നും സ്വർഗത്തിൽ ഈ പാപം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലത്ത ഭാഗത്തിരിക്കുന്ന പുത്രനെ നോക്കി അപ്പൻ എന്നാ പറയും? നീ എന്തിനാടാ അവിടെ പോയത്? ആമേ. കാൽവരി കുരിശിൽ കാര്യങ്ങൾ മൊത്തം പരിഹാരം വരുത്തിയെങ്കിൽ ഇന്നും അതൊരു പ്രോബ്ലം ആ സ്വർഗത്തിനെങ്കിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന ആളിനോട് പുത്രനാം തമ്പുരാനോട് പിതാവിന് ചോദിക്കേണ്ടത് എന്താ പിന്നെ അവിടെ ചെയ്തേ? സ്തോത്രം. ഇതൊക്കെ ഞാൻ തുറന്നല്ലേ, കർത്താവ് എല്ലാം ചെയ്തു, ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ആമേൻ ആമേൻ, പാട്ടുപാടുന്നല്ല ക്രിസ്ത്യാനിത്വം. ആയിരക്കണക്കിന് സത്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ആന്തരാത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ നീ പാപത്തെ കാലിന്റെ കീഴിലിട്ട് ചവിട്ടിട്ട് വിളിച്ചു പറയും, ഞാൻ ജയാളിയാണ്. ആമേൻ. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ പാപത്തെ അവോയ്ഡ് ചെയ്യുന്നവനല്ല ക്രിസ്ത്യാനി, പാപത്തെ വെറുക്കുന്നവനാ ക്രിസ്ത്യാനി. നാളെ ന്യായവിധി ഉണ്ടെന്നും നരകമുണ്ടെന്നും ശിക്ഷ കിട്ടുമെന്നും പറഞ്ഞാൽ ഏതവനും പാപത്തെ ഒഴിവാക്കും. ആമേൻ.
നമ്മുടെയൊക്കെ നാട്ടിൽ ബൈക്ക് ഓടിക്കുന്നവർ ഹെൽമെറ്റ് ഇടുന്ന പോലെ. എന്തിനാ ഹെൽമെറ്റ് ഇടുന്നത് അവരോട് ചോദിച്ചു നോക്ക്. ചെറുപ്പക്കാരന്മാർ ഹെൽമെറ്റ് ഇട്ട് പോവോ? 10 പെമ്പിള്ളാർ റോഡിൽ നിൽക്കുമ്പോൾ ഒന്ന് ചിരിച്ചോണ്ട് പോകണ്ടവന്മാരാമേ. ഈ സാധനം തലയും ചട്ടിയും വെച്ചോണ്ട് പോവുമാരാമേ. എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരുടെ ഗ്ലാമർ കളഞ്ഞ സംഭവമായത്. അവന്മാരെല്ലായിടത്തും കണ്ടിട്ടില്ലേ, ഇത് പോന്നിട്ടില്ലേ ചില ബസ് സ്റ്റോപ്പിൽ ഭ്രാന്ത് കയറി. എന്താണെന്നറിയാം, അവിടെ 2 പെങ്കൊച്ചുകളെ കാണിക്കാനാണ്. ആ സമയത്താണ് ഈ കുടില നിയമം കൊണ്ടുവന്നത്. എന്തോ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. ആകെപ്പാടെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് 25 രൂപയും എടുത്തോണ്ടായിരിക്കും ഇവൻ ഇറങ്ങിയത്. ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും. എന്തിനാടാ കൊച്ചനെ ഹെൽമെറ്റ് വെച്ചതെന്ന് ചോദിച്ചാൽ തല സൂക്ഷിക്കാനാന്ന് അവൻ പറയത്തില്ല. എന്തിനാ വെച്ചതെന്ന് ചോദിച്ചാൽ ഹെൽമെറ്റ് കാശ് കൊടുക്കാനില്ലടാ, ഫൈൻ അടിക്കും പേടിച്ച്. എന്തിനാടാ വിശ്വാസി നീ പാപം ചെയ്യാന്ന് പറഞ്ഞാൽ അടി കിട്ടുക, അതുകൊണ്ടാ ചെയ്യാത്തത്. സ്വോത്രമൊക്കെ പോയി. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ ഇവിടുത്തെ ആത്മീയരോടൊക്കെ ചോദിച്ചു എന്താ പാപം ചെയ്യാത്തത്? നിത്യത നഷ്ടപ്പെടും. ഗ്ലോറി. ആമേ. എൻ്റെ അർത്ഥം നിത്യത നഷ്ടപ്പെടത്തില്ല. ചെയ്യൂ. പിന്നെന്താ ഗ്ലോറി, വാ. നമുക്ക് ലൈസൻസും തരണ്ട. പാപം ചെയ്യാൻ ആവശ്യമുണ്ടോ? പിറന്നു വീണപ്പോഴേ ഇൻബിൽറ്റ് ലൈസൻസ് ഇല്ലേ? സ്വോത്രം. അകത്ത് ചിപ്പും പിടിപ്പിച്ചാൽ വന്നേക്കുന്നത് സിൻ ചെയ്യാനുള്ള ലൈസൻസുമായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുങ്ങൾ ഇന്ന് വരെയെങ്കിലും നല്ലത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2ാമത്തെ വയസ്സിൽ വർത്താനം പറയുന്നത് പോലെ അത് കുരുത്തക്കേട് തുടങ്ങും. വീടിനകത്ത് ഏറ്റവും കൂടുതൽ മുഴങ്ങുന്ന ശബ്ദം ഏതാണ്? മിണ്ടരുതടാ, തൊടരുതടാ, ഇരിക്കരുതടാ, പിടിക്കരുതടാ, നടക്കരുതടാ, ഓടരുതടാ. ഏതെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം കൊച്ചു കേട്ടിട്ടുണ്ടോ? കൊച്ചു വാസ്തവത്തിൽ 10 കൽപ്പനയേക്കാവല്ലാത്ത കൽപ്പനയല്ല ജീവിക്കുന്നത്. കാരണം കൊച്ചിനെ കള്ളം പറയാൻ ആരും പഠിപ്പിക്കണ്ട, ഇൻബിൽട്ടാ. ആമേൻ പറ. എന്നിട്ട് നമുക്കിട്ട് തന്നേക്കുക, നമ്മളാ കൃപക്കാർ കൊടുക്കുമോ ലൈസൻസ്? തോത്രം. പിന്നെ നിന്റെ അകത്തിരിക്കുന്നത് എന്ത് ഹോളിനെസ് മാത്രം ചെയ്യുന്ന ചിപ്പാണോ? ആമേ. ഫാദർ എന്നാ കള്ളം പറയുന്ന ചിപ്പും പിടിപ്പിച്ചോണ്ട് ഇറങ്ങി വന്നിട്ട് പറയാം ഞങ്ങൾ ലൈസൻസ് തരുന്നത്. കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ യേശു ക്ഷമിക്കൂ എന്ന് പറയുന്നതല്ല കൃപയുടെ പ്രമാണം. 2000 വർഷത്തിന് മുമ്പ് യേശു നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിൽ തുടരാതെ നിന്നെ ജീവിപ്പിക്കുന്ന മഹാശക്തിയാണ് കൃപ. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാപസംബന്ധമായി മരിച്ചവരായി നിങ്ങൾക്ക് അതിലെങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങളെ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാം, പുള്ളിക്കാരൻ വന്ന് നിന്നെ കൊണ്ട് ഒരു പാവവും ചെയ്യിപ്പിക്കത്തില്ലെന്ന്. എന്തെങ്കിലും ചെയ്യുന്നേ നീ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പിടികിട്ടിയില്ലേ? എന്നിട്ട് പോയി രാത്രി പാർട്ടി അറിയാതെ വന്നു പോയെന്ന്. കർത്താവ് പറയും മര്യാദയ്ക്ക് സംസാരിക്കണം. പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ച ഒരു വിശുദ്ധൻ അറിയാത്ത പാപമില്ല, അതറിയാമോ? കാരണം അറിയാതെ പാപം ചെയ്യിപ്പിക്കുന്ന യജമാനൻ നിന്റെ മേൽ നിന്നുള്ള ആധിപത്യം അവസാനിപ്പിച്ച് നീ യേശുനാഥന്റെ അധീനതയിലായി. ഇന്ന് എന്തെങ്കിലും ഞാൻ പറയുന്നെങ്കിൽ എൻ്റെ അറിവോടുകൂടെ തന്നെയാ വരുന്നത്. ആമേൻ. സ്തോത്രം പറയണം. കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുക. ഇതിനകത്തൊരു ജീവന്റെ പ്രമാണം ചലിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇന്ന് ഈ ഹോളിനകത്തൊരു ജീവന്റെ പ്രമാണമുണ്ട്. ഇന്ന് ഈ ഹോളിനകത്തൊരു ആത്മാവിന്റെ പ്രമാണമുണ്ട്. ഏതെങ്കിലും മേഖലയിൽ എനിക്ക് തിന്മ മാത്രമേ വരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടോ, അതിനെ ഉടച്ചു കളയുന്ന ഒരു പ്രമാണം, ഒരു ദൈവിക നിയമം, ഒരു ദൈവിക ലോ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ചോദ്യം, വാക്കുകൾക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകാം. അപ്പൊ ന്യായപ്രമാണം പറയുന്നു തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? മരിക്കും. ന്യായപ്രമാണം തെറ്റാണോ? ഒരു തെറ്റുമല്ല, കറക്റ്റാ. എന്താ പക്ഷെ ഒരു കുഴപ്പം? അറിയുന്നതിൻ്റെ അന്ന് എന്ത് ചെയ്യും? പണ്ടേതോ ഒരു ചെറുക്കന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. സൈനൈഡിൻ്റെ ടേസ്റ്റ് അറിയാൻ ഒരുത്തൻ വായിലോട്ട് വെച്ചെന്ന്. ആമേൻ. സൈനൈഡിൻ്റെ രുചി ആർക്കെങ്കിലും അറിയോ? അപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് വായിലോട്ട് വെച്ചപ്പോൾ എസ് എന്ന് പറഞ്ഞു. എന്തുവാ സൈനൈഡ്? എസ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് സാൾട്ടാണോ, ഷുഗറാണോ, സോറാണെന്ന് ഇതുവരെ എല്ലാം എസ്സിലാണ് തുടങ്ങുന്നത്. ഈ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ അവസ്ഥ. മനസ്സിലായോ? പ്രമാണം അനുസരിക്കാൻ വേണ്ടി അറിഞ്ഞ നിമിഷം ചത്തുപോയി. പിന്നെ ഇന്ന് വരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആർ യു ഹാപ്പി? അതുകൊണ്ടാണ് വളരെ ഗൗരവമായിട്ട് സൈനൈഡ് ടെസ്റ്റ് ചെയ്ത പോലെ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നത്. എല്ലാം അറിഞ്ഞതിൻ്റെ അന്ന് അങ്ങ് ചത്തുപോയി. അതുകൊണ്ടാണ് ഈ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നതിൻ്റെ അന്ന് മനുഷ്യൻ്റെ കണ്ണ് തുറന്നെന്ന് വായിച്ചിട്ടില്ലേ? കണ്ണ് തുറന്നപ്പോൾ എന്നാ കണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്യണ്ട. നന്മതിന്മകളെ കുറിച്ചാണ് അറിവിൻ്റെ വൃക്ഷഫലം തിന്നതിൻ്റെ അന്ന് കണ്ണ് തുറന്നു. മനുഷ്യൻ എന്ത് കണ്ടു? ദൈവത്തെ കണ്ടോ?
മനുഷ്യൻ ആരാന്ന് കണ്ട്. സ്തോത്രം. ഞാനും ഇങ്ങനെയാണല്ലോ എന്ന് അവന് മനസ്സിലായി. ന്യായപ്രമാണം വായിച്ചു നോക്ക്, വായിച്ചു തീരുമ്പോഴത്തേനും നീ ആരാന്ന് മനസ്സിലാവും. കണ്ണുറക്കും. എന്നിട്ട് നീ അവസാനം പോയത് ഈ ഒരുപാട് കുറവുകളുണ്ട്. ചില ഉപദേശിമാർ പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ ചില സഭകളിൽ പ്രസംഗിക്കുന്ന പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. നമുക്ക് കർത്താവേ ഞങ്ങളുടെ വിലയേറിയ ദാസരെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തണം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച ഉള്ളികളിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. അവരെല്ലാം ഇങ്ങനെ മിണ്ടാതിരുന്ന് മസിൽ പിടിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ വന്നിട്ട് അങ്ങ് കുറവ് വെളിപ്പെടുത്തും. ആമേ. അത് കേട്ടിട്ട് പറയും, ഉണ്ടോ എന്തോ ഉപദേശമാണ്, സ്തോത്രം, എന്തോ ആക്യുറേറ്റാ. ഒരുപാട് തെറി പറയുന്നവൻ ഭയങ്കര വചനത്തിൽ നിൽക്കുന്നവൻ. ആമേൻ പറ. ഈ പോക്കൊന്നും പോയാൽ പോരാ, ഗ്ലോറി കേട്ടോ എന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ജഡിയം പറയും, ഉണ്ടോ ഇങ്ങനൊക്കെ വേണം കർത്താവിന് വേണ്ടി നിൽക്കാൻ. ആമേൻ പറ. ഈ പറയുന്ന ആളിന്റെ കണ്ണെങ്ങാനും തമ്പുരാനൊന്ന് ആത്മാവി തുറന്ന ഈ പറയുന്നവന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കിയ സ്തോത്രം. നമുക്ക് ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. ന്യായപ്രമാണത്തിന്റെ പ്രശ്നം കണ്ണ് തുറന്നാൽ നഗ്നത കാണും. ന്യായപ്രമാണം തിന്നാനുള്ള പ്രശ്നം അതാണ്. കണ്ണ് തുറക്കും, അന്നേരം നമ്മൾ ആരാധ കാണും, നമ്മളിൽ ഒരു നന്മയില്ലെന്ന് കാണും. പക്ഷെ യേശുനാഥൻ കൃപ നിനക്ക് കണ്ണു തുറന്നാൽ എന്ത് ചെയ്യും? പണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, യേശു എമ്മവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ ട്രാവൽ ചെയ്ത് പോയില്ലേ? ഹാപ്പി ആണല്ലോ. രണ്ടുപേര് ചേർന്ന് പോയി, 2 ശിഷ്യന്മാരാന്ന് പറയുന്നു. ഞാൻ അതിനെ 2 ഭാര്യയും ഭർത്താവോ എന്നാണ് വിചാരിക്കുന്നത്. ഭാര്യയും ഭർത്താവോ അതിൻ്റെ തെളിവെന്താ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അവർ 2 ഹസ്ബൻഡും വൈഫും അതിൻ്റെ തെളിവെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിൽ തർക്കിച്ചും വാദിച്ചുകൊണ്ടും പോയി. അതാണ് അവർ ഹസ്ബൻഡും വൈഫും അതിൻ്റെ തെളിവ്. അവർ 7 മൈൽ വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് പോയത്. കാരണം അച്ഛൻ പറഞ്ഞാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. അമ്മ പറഞ്ഞു ചുമ്മാ കള്ളത്തരാണ്. അമ്മ പറഞ്ഞു ഞങ്ങളുടെ പെണ്ണുങ്ങൾ പോയത് കണ്ടതാ, നിങ്ങളുടെ പെണ്ണുങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. തോന്നുന്നു ഇതായിരിക്കും നടന്നതില്ലേ. ഞങ്ങളുടെ മറിയ പോയത് കണ്ടതാ, മറ്റേ പുള്ളി പറഞ്ഞാണ് പെണ്ണുങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ ആമ്പിള്ളാരുടെ സാക്ഷി മാത്രമേ കേൾക്കത്തുള്ളൂ. ആമേ. അപ്പോൾ യേശുനാഥന് ഇവരെ ഇടയ്ക്കോട്ട് കയറി വന്നിട്ട് എന്ത് തർക്കിക്കുന്നത്? ഇയാൾ മാത്രം അറിഞ്ഞില്ലേ ഇങ്ങനെ സംസാരിച്ചു നിച്ചോട്ട്. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, എന്താണ് അങ്ങനൊന്നും ആയിരിക്കില്ല. ഈ ദേഷ്യത്തിൻ്റെ ഇടയ്ക്കായിരിക്കും ചോദിച്ചാൽ. അപ്പോൾ ഇയാൾ മാത്രം അറിഞ്ഞില്ല, പരതേച്ചി ഇങ്ങോട്ട് പോ. ആരാ നിൽക്കുന്നത്? ഇവരാരെക്കുറിച്ചാണോ പറയുന്നത്? ആ ആളാണ് മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്. വേദോസം പറഞ്ഞ അവരുടെ കൂടെ നടന്ന് യേശു ഒരു ബൈബിൾ സ്റ്റഡി എടുത്തു. ഹെവനിൽ ചെല്ലുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ബൈബിൾ CD അതായിരിക്കും. ഫ്രം ജെനിസിസ് ടു മലാക്കി ഹി റിവീൽഡ് ക്രൈസ്റ്റ്. took the word and revealed Christ. ഉൽപ്പത്തി 1:1 ബെറീഷിത് ബാറ എലോഹിം അലെഫ്തഹ മശമായി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ആമേ. അന്യഭാഷ പറഞ്ഞല്ല, അതിൻ്റെ ആദ്യത്തെ വാക്ക് അതങ്ങനെയാണ് തുടങ്ങിയ എന്ന് തുടങ്ങിയിട്ട് മലാഖയുടെ അവസാനത്തെ ആമേൻ വരെ ക്രൈസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം റിവീൽ ചെയ്ത് കൊടുത്തു. കേട്ടോണ്ടിരുന്നവർ ഉറങ്ങിയ നല്ല വാക്യം കേട്ടോണ്ടിരുന്നവരുടെ ഹൃദയം കത്തിത്തുടങ്ങി. യേശുനാഥൻ ആ ഒരു വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് ഇങ്ങനെ ബൈപ്പാസ് ചെയ്തു പോവുക. യേശുവിൻ്റെ ഒരു ജോക്ക് ടൈപ്പ് ആയില്ലേ, ഒരു ജോളി ടൈപ്പ് ആയില്ലേ. നമ്മൾ പ്രൈസ് ദ ലോർഡ് ഞാനും വരട്ടെ അങ്ങനൊന്നും ചോദിച്ചില്ല. ടാറ്റാ ബൈ പോവാന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന പോലെ അഭിനയിച്ച് കാണിച്ചു. അപ്പോൾ ഇവർ നല്ലവരായതുകൊണ്ട് പറഞ്ഞു വല്ലതും കഴിച്ചിട്ട് പോകാന്ന് സ്വന്തം യേശു പറഞ്ഞിട്ട് അകത്തോട് കയറി ചെന്നു. ദ ബൈബിൾ സേസ് he took the bread and he broke it. He took the bread and break it. എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, അപ്പം എടുത്ത് ഇങ്ങനെ നുറുക്കുമ്പോൾ ആ മുറിഞ്ഞപ്പത്തിൻ്റെ നടുവിലൂടെ അതിലൊരു പീസ് എനിക്കൊന്ന് ഒരു പീസ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു കാണൂല്ലേ. അവരത് വായിലോട്ട് ഇങ്ങനെ വെച്ച് ഒറ്റക്കടി കണ്ണങ്ങ് തുറന്നു. നഗ്നത കണ്ടെന്നല്ല, they saw Jesus. പണ്ടില്ല സാത്താൻ കൊടുത്ത പഴം ഒറ്റക്കടി കണ്ണു തുറന്നു. യേശു ഒരപ്പം കൊടുത്തു, ഒറ്റക്കടി കണ്ണു തുറന്നു, യേശുവിനെ കണ്ടു. ഓൾഡ് ടെസ്റ്റമെന്റ് നീ തിന്നാ നിന്റെ കണ്ണു തുറക്കും, നീ നിന്റെ കുറവ് കാണും. പുതിയ നിയമത്തിന്റെ ജീവന്റെ അപ്പത്തെ നീ വായിൽ വെച്ചാൽ നിന്റെ കണ്ണു തുറക്കും, നീ യേശുവിനെ കാണും. ഒരു ഹല്ലേലൂയ ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞോളൂ. എത്ര പേർക്ക് ഇന്ന് കണ്ണു തുറന്നിട്ടുണ്ട്? That's why we are always unveiling Christ. യേശുവിനെ ഇങ്ങനെ തുറന്ന് കാണിച്ചാൽ മതി, കാണുന്ന നിനക്ക് രൂപാന്തരം വരും. That's why 2 Corinthians chapter 3:18 ഇങ്ങനെ പറയുന്നത്, മൂടുപടം മാറിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. What is the meaning? മൂടുപടം മാറുക എന്ന് പറഞ്ഞാൽ മൂടുപടം ലോ മാറിയവന്റെ മുഖം കണ്ണാടി നോക്കിയാൽ, വേർഡ് ഓഫ് ഗോഡിൽ നോക്കിയാൽ, when I am looking into my, ഞാൻ എൻ്റെ ബൈബിളിലൊക്കെ എൻ്റെ മുഖം ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
ആ ഭാഗത്ത് ഞാനല്ല, ക്രിസ്തുവിൻ്റെ തേജസ്. എന്നെ കാണാൻ ഞാൻ തിരുവെഴുത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എന്നെയല്ല, വാ, ഞാൻ തമ്പുരാന്റെ മുഖം കണ്ടു. തമ്പുരാൻ പറഞ്ഞു, കണ്ടോ, നോക്കിക്കൊണ്ടേയിരിക്കെ. ഒരു നല്ല ആമേൻ പറ, നോക്കിക്കൊണ്ടേയിരിക്കെ. വീണ്ടും വീണ്ടും നീ നോക്കിക്കൊണ്ടിരിക്കെ. നീ കണ്ട രൂപം പോലെ നിന്നെ ആത്മാവ് മാറ്റാൻ പോവുകയാണ്. ആമേൻ. ശബ്ദം ഉയർത്തി ഒരു സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ? വേദപുസ്തകം തുറക്കേണ്ടത് നിങ്ങളെ കാണാനായിരിക്കണം. പക്ഷെ നിങ്ങൾ കാണുന്നത് നിങ്ങളെയല്ല, ക്രിസ്തുവിനെ കാണും. ക്രിസ്തുവിനെ കണ്ടാൽ ആ രൂപം ആത്മാവ് നിന്റെ മുഖത്ത് പതിപ്പിക്കും. രൂപാന്തരം സംഭവിക്കും നിനക്ക്. ഞാനെപ്പോഴും പറയുന്നത്, ക്രിസ്ത്യൻ ഷുഡ് നോട്ട് വാക്ക് വിത്ത് ദ ബൈബിൾ, ക്രിസ്ത്യൻ ഷുഡ് വാക്ക് വിത്ത് ജീസസ്. ജീസസ് ആരാ? വേർഡ് ഇൻ ഫ്ലഷ്. ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ബൈബിളല്ല നോക്കേണ്ടത്. ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, വേദം യേശുവിനെയാണ് നോക്കേണ്ടത്. രാമേൻ പറ, തെറ്റിദ്ധരിക്കരുത്. ഇത് കട്ട് ചെയ്ത് ഇനി യൂട്യൂബിൽ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പരീശന്മാരുടെ കേന്ദ്രഭരണ പ്രദേശമാണ് കേരളം. ആമേൻ. ഇസ്രായേലിൽ ചത്ത മൊത്തം പരീശന്റെ പ്രേതവും കടൽ വഴി കേരളത്തിലടിഞ്ഞു. അതുകൊണ്ട് ഒരുപാട് പേരെ ദൈവം അവിടുന്ന് ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടിക്കും. എന്തിനാ? രക്ഷപ്പെടാൻ വേണ്ടി. ഹെവനിലൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് എക്സ്ട്രാ പ്രതിഫലം ഉണ്ടാവും. ആമേൻ. കർത്താവിന് അറിയാലോ ഇവന്മാരുടെ സ്വഭാവം. കർത്താവ് പറയും, ഡോണ്ട് വറി മോനെ, ഞാനിത് ഒരുപാട് അനുഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിന്നത്. പോട്ടെ. ഹാരിസീസം. I want to tell you, ഇരിക്കുന്ന 66 പുസ്തകമല്ല നീ എങ്ങനെ ജീവിക്കണം നോക്കണേ. Look at Jesus. He is the word in flesh. When I see Jesus, the Holy Spirit will change me. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോയാൽ പറ്റത്തുള്ളൂ, സമയം മുമ്പോട്ട് തീരുക. ഒരു കാര്യം, ജീവന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു. ജീവന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണം. യേശുവിന്റെ മരണം വെളിപ്പെട്ടപ്പോൾ ജീവന്റെ പ്രമാണം വെളിപ്പെട്ടു. എങ്ങനെ വെളിപ്പെട്ടു? യേശു മരിച്ചപ്പോൾ എന്താ പുറത്തു വന്നേ? കമോൺ വാണേ. He gave up the ghost. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ജീസസ് ബ്രീത്ത് ഔട്ട്. അത് കണ്ട നീ ബ്രീത്ത് ഇൻ. ഒന്നുകൂടെ പറയാം. യേശു ബ്രീത്ത് ഔട്ട് ചെയ്തു, നീ എന്ത് ചെയ്തു? ആ ബ്രീത്ത് ഇൻ ചെയ്തു. അവൻ മരിച്ചു, നീ ജീവിച്ചു. മരണം പറഞ്ഞു ഒറ്റ ഒരുത്തനെ ഞാൻ ഇതുവരെ ജയിപ്പിച്ചിട്ടില്ല. യേശു 3-ാം നാളിൽ കൂളായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ജയിക്കാൻ പറ്റും. യേശുവിന്റെ റിസറക്ഷൻ ആണ്. ദ പവർ ഓഫ് റിസറക്ഷൻ ഇസ് ദ ലോ ഓഫ് ലൈഫ്. ആമേൻ. ദ പവർ ഓഫ് ദ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ് ഇസ് ദ ലോ ഓഫ് സ്പിരിറ്റ്. ലോ ഓഫ് ദ സ്പിരിറ്റ് is the finished work. ഒരു നല്ല ആമേൻ പറ. ഇനി ഇച്ചിരി വേഗത്തിൽ നമുക്ക് എത്ര സമയം എടുക്കാൻ പറ്റും? 12:10 വരെ പോകാൻ പറ്റും. അപ്പം ഞാൻ ഇച്ചിരി എക്സ്പ്രസ് സ്പീഡിൽ പോയാൽ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന? ഓക്കെ, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ പ്രത്യേകത, ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു മനുഷ്യൻ പാപം ചെയ്തു. ആ മനുഷ്യൻ പാപം ചെയ്താൽ ആ ആളിനെ ആ പാപത്തിന്റെ പേരിലാണ് വിളിക്കുന്നത്. കള്ളം ചെയ്തവനെ എന്ത് വിളിക്കും? കള്ളൻ. കൊല ചെയ്തവനെ കൊലപാതകി. കൊല എന്നല്ല വിളിക്കുന്നത്. ആമേൻ. ദുർനടപ്പ് ചെയ്തവനെ ദുർനടപ്പുകാരൻ. വിഗ്രഹം ആരാധിക്കുന്നവനെ വിഗ്രഹാരാധി എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു ആക്ഷൻ ആണ് പേഴ്സൺ. ആ ആക്ഷൻ ആ ആളാണ്. Did you get me? That's why God said, ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ എന്തോ ചെയ്തോണം? ട്രീറ്റ് ചെയ്യാൻ മാർഗമില്ല, kill him. ദുർനടപ്പ് ആചരിച്ചവരെ എറിഞ്ഞു കൊല്ലണം. എന്താ കർത്താവ് അങ്ങനെ? കാരണം അത്രേ ഉള്ളൂ, ആ സിന്നും സിന്നറും ഒന്നാണ്. ഹല്ലേലൂയ. ന്യൂ ടെസ്റ്റമെന്റ് വന്നു, വീണ്ടും ജനനം വന്നു, ജസ്റ്റിഫിക്കേഷൻ വന്നു, ആത്മബലം വന്നു, ഫ്രീ ഫ്രം സൺ, ഫ്രീ ഫ്രം ഡെത്ത്, എവറിത്തിങ് ഹാപ്പൻഡ്. പോൾ വിളിച്ചു പറയുന്നു, ഞാനല്ല പാപം ചെയ്യുന്നത്. എല്ലാവരും പറ, എന്താ ഇത്? ഞാനല്ല, പിന്നെ ആരാ? എന്നിൽ വസിക്കുന്ന പാപം അത്രയാ. ഐ ആം നോട്ട് സിന്നിങ്. The sin in me is sinning. The law of sin, the indwelling law of sin. Oh rabashatalaya. Indwelling law, എന്നിൽ വസിക്കുന്ന പാപം. ഉറക്കെ പറ, വസിക്കുന്ന പാപം. ഞാനല്ല പാപം ചെയ്യുന്നേ. The law of sin in me is sinning. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം. Don't
ട്രൈ ടു എന്തുവാ എങ്ങനെ പറയുന്നത്, നിങ്ങളെ നിങ്ങളുടെ പ്രവൃത്തിയുമായി ഒട്ടിക്കാൻ ചെകുത്താൻ ശ്രമിക്കുമ്പോൾ വിളിച്ചു പറ, ഞാൻ ചെയ്ത പ്രവൃത്തി അല്ല, അത് ഒറിജിനൽ അല്ല. ആമേൻ. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റമെന്റിൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തു ചോദിച്ചാൽ, നോ റെമഡി. തെറ്റ് ചെയ്തവനെ കൊന്നുകളയാനേ മാർഗമുള്ളൂ. ന്യൂ ടെസ്റ്റമെന്റ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വേറൊരു നിയമം ചെയ്യുമ്പോൾ, എന്താ നിയമം? ഐ ആം ഗോയിങ് ടു സെപ്പറേറ്റ് ദാറ്റ് പേഴ്സൺ ഫ്രം സിൻ. ഞാൻ ആളിനെ പാപത്തിൽ നിന്ന് മാറ്റാൻ പോവുക. എങ്ങനെ മാറ്റാൻ പറ്റും? ഒരു ദിവസം യേശു വന്നിട്ട് പറഞ്ഞു, പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താ എൻ്റെ അർത്ഥം? ഈ ആളിൽ നിന്ന് ഈ പാപത്തെ എടുത്തോണ്ട് ചുമന്നുകൊണ്ട് പോകാൻ ഒരാൾ വരുന്നത് വരെ, ഓ ശബദഹാസിയാര, പാപവും പാപം ചെയ്തവനും ഒന്നാണ്. പക്ഷെ ഒരു ദിവസം വരും ഇത് ചുമന്നു മാറ്റാൻ ഒരാൾ വരുന്നതിൻ്റെ അന്ന് മനുഷ്യജാതിയുടെ പാപത്തെ ആ ആൾ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് എടുക്കുകയും പാപത്തെയും ആളിനെയും സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ ലോറൻസ് എന്ന് പേരുള്ള എൻ്റെ അകത്തിരുന്ന മുഴുവൻ പാപത്തെയും എൻ്റെ കർത്താവ് അങ്ങ് എടുത്തു മാറ്റി. എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് വേർതിരിച്ചിട്ട് എൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച് അവൻ കാൽവറി മലയുടെ മുകളിൽ മരിച്ച് പാപത്തിന് ശിക്ഷ വിധിച്ചു എന്ന് റോമർ 8:4 വിളിച്ചു പറയുന്നു. ആർക്ക് അടി കൊടുത്തു? പാപത്തിന് ശിക്ഷ വിധിച്ചു. പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്ന് ദേഹത്തിലെ പാപത്തെ ചുമന്ന് ആ സിന്നിനെ ശിക്ഷിച്ചു. കാൽവറിയിൽ എന്നെ ശിക്ഷിച്ചോ? God, Jesus separate that person from sin. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മുമ്പോട്ട് വരണം. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഹോമയാഗത്തെ നിനക്ക് പ്രസാദവും ഇല്ല. വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നമുക്ക് സമയം കുറവായതുകൊണ്ട് എനിക്കൊരു ലാബറേറ്ററായിട്ട് പോകാൻ പറ്റത്തില്ല. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഒരു ശരീരം എനിക്ക് വേണ്ടി. വായിച്ചിട്ടുണ്ടോ? ഒരു ശരീരം എനിക്ക് വേണ്ടി. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, എടുത്ത സമയം പോകും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ് ആ വാക്യം. ഒരു ശരീരം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എന്തൊരുക്കിയിരിക്കുന്നു? ശരീരം. ഇത് എവിടുന്ന് എടുത്തെന്ന് അറിയുമോ? സങ്കീർത്തനം 40:5 മുതൽ 6, 5-6 എടുക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. സങ്കീർത്തനം 40 പറയുന്നു, നീ എൻ്റെ ചെവികളെ തുളച്ചിരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? നീ എൻ്റെ ചെവികളെ തുളച്ചിരിക്കുന്നു. ഹനനയാഗം ഇഷ്ടിച്ചില്ല, ഹോമയാഗത്തെ നിനക്ക് പ്രസാദമില്ല. അപ്പോൾ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നീ എൻ്റെ ചെവികളെ തുളച്ചിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നു. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ജീസസ്. ഓക്കെയാ? സങ്കീർത്തനത്തിൽ ദൈവദാസനിലൂടെ ദൈവം പ്രൊഫസി പറയുന്നു, ചെവി തുളച്ച ഒരാൾ വരാൻ പോവാന്ന്. ദ സെയിം വേർഡ് അപ്പോസ്തലനായ പൗലോസിലൂടെ കോട്ട് ചെയ്ത് എബ്രായ ലേഖനത്തോട്ട് വന്നപ്പോൾ പോൾ എഴുതി വെച്ചു, ചെവി തുളച്ചു എന്ന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഓ, ഇത് വലിയൊരു സത്യമാണ്. അപ്പൊ ഒറിജിനൽ പറയുന്നു ചെവി തുളച്ചെന്ന്, അത് പകർത്തി എഴുതിയപ്പോൾ പറഞ്ഞു ശരീരം. അടുത്ത ചോദ്യം, ചെവി തുളച്ചതാണോ ഒറിജിനൽ, ശരീരം ഒരുക്കിയതാണോ ഒറിജിനൽ? ഇതൊരു വലിയ സത്യമാണ്. ചെവി തുളയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങൾ വീട്ടിൽ പോയി സമയം കൊണ്ട് വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പ്രമാണം മൊത്തം കൊടുത്തിട്ട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, കല്ലിൽ കൈകൊണ്ട് കൊത്താത്ത, ഇരുമ്പ് ഉപയോഗിക്കാത്ത കല്ലുകൊണ്ട് എന്തുണ്ടാക്കണം? യാഗപീഠം ഉണ്ടാക്കണം. ആ യാഗപീഠത്തിൽ യാഗം നടത്തണം. നിയമം കൊടുത്തതിൻ്റെ അടുത്ത ദൈവത്തിന്റെ പ്രിക്കോഷൻ എന്താ? നിയമം അങ്ങോട്ട് കൊടുത്ത ഉടനെ ദൈവം പറഞ്ഞു, ബലിപീഠം ഉണ്ടാക്കാൻ ഒരുങ്ങിക്കോളാൻ. സ്തോത്രം. സ്പിരിച്വൽ മീനിങ് പറഞ്ഞാൽ ചാകാൻ ഒരുങ്ങിക്കോ. സ്തോത്രം. ഇറ്റ് വിൽ കിൽ യു. സോ ലോ രംഗത്ത് വന്നപ്പോൾ നെക്സ്റ്റ് പറഞ്ഞു, ആൾട്ടർ ഉണ്ടാക്കിക്കോ. ആൾട്ടർ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞതിന്റെ തൊട്ട് താഴെ വല്ല സെറിമോണിക്കൽ ലോസ് അല്ലേ കൊടുക്കണ്ടേ? എങ്ങനെ യാഗം നടത്തുന്നല്ലേ പറഞ്ഞേ? പക്ഷെ ദൈവം 21-ാം അധ്യായത്തിൽ യാഗം നടത്തുന്നതിനെ കുറിച്ചല്ല പറഞ്ഞേ. 21 പറഞ്ഞു, നിങ്ങൾക്കൊരു എബ്രായദാസൻ ഉണ്ടെങ്കിൽ. വാ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരു എബ്രായദാസൻ ഉണ്ടെങ്കിൽ 6 വർഷം അവൻ ജോലി ചെയ്താൽ 7-ാം വർഷം അവനെ സ്വതന്ത്രനായി വിടണം. 7-ാം വർഷം അവൻ സ്വതന്ത്രനായി പോകുന്നില്ല, തന്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ നിമിത്തം താൻ പോകാതിരുന്നാൽ അവന്റെ ചെവി കട്ടളയുടെ അരികിൽ കൊണ്ടുവന്ന് തുളയ്ക്കണം. അവൻ ആയുഷ്കാലം മുഴുവൻ ആ വീടിനകത്ത് നിത്യ അടിമയായി തുടരണം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ആൾട്ടർ ആൻഡ് ദാറ്റ് സ്ലേവ്? നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടോ? എന്തിനാ ഈ ആൾട്ടറിന്റെ കാര്യം പറഞ്ഞിട്ട് അടിമദാസന്റെ കഥ പറഞ്ഞു?
ന്യായപ്രമാണം മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ന്യായപ്രമാണം നിമിത്തം മനുഷ്യൻ പാപം ചെയ്ത് യാഗങ്ങളിൽ ആശ്രയിക്കാൻ രംഗത്ത് വരുമ്പോൾ ദൈവം പറഞ്ഞു, യാഗം ഉണ്ടാക്കിക്കോ. തൊട്ട് താഴെ പറഞ്ഞു, ഒരു ബലി നടക്കാൻ പോവുകയാണ്. ഒരു ദാസൻ വരാൻ പോവാണ്. ആ ദാസൻ ഇങ്ങനെ വരും: ഹനനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, യാഗങ്ങളിൽ നിനക്ക് ഇഷ്ടമല്ല, ഓഫറിങ്ങിൽ നിനക്ക് താല്പര്യമില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങി വരാൻ പോവാണ്. ആ ആള് പറയുന്നു, നീ എൻ്റെ ചെവി. അപ്പൊ തുളച്ചിരിക്കുന്ന ചെവിയുടെ ഉടമസ്ഥന്റെ പ്രത്യേകത അറിയോ? ഒരു യജമാനൻ ഒരു ദാസന്റെ ചെവി തുളച്ചാൽ യജമാനൻ പറയുന്നത് മുഴുവൻ ദാസൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. സ്ലേവാണ് വിത്തൗട്ട് പേയ്മെന്റ്. പേയ്മെന്റ് ഇല്ലാതെ വേല ചെയ്യുന്ന സ്ലേവാണ് ചെവി തുളച്ചവൻ. യേശുപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ചെവി തുളച്ചോണ്ട് വരാൻ പോവാന്ന്. ഒരു സ്തോത്രം പറ ആരെങ്കിലും. എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ, ഞാൻ വരുന്ന നാൾ മുതൽ എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ. നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കിക്കേ. യേശു എല്ലായിടത്തും പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യാൻ വന്നിരിക്കുന്നു. ഓ കമോൺ. മരണത്തിന്റെ കപ്പ് കുടിക്കാൻ കൊടുത്തപ്പോഴും ഗത്സമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞിങ്ങനെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, സ്വർഗത്തിൽ ചെന്നാലും എന്തുണ്ടായിരിക്കും എന്നറിയോ? ഈ തുള കാണും. ആമേൻ പറ. മനുഷ്യനിർമ്മിതമായി സ്വർഗത്തിലുള്ള ഏക സാധനം മനുഷ്യൻ ഉണ്ടാക്കി വെച്ച തുളയാണ്. ആമേൻ. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പ്രസ്ഥാനം അവിടെ കാണത്തില്ല. പക്ഷെ മനുഷ്യൻ കർത്താവിന്റെ കയ്യിൽ അടിച്ച ആണിയുടെ പാട്. എന്തിനാ നിത്യതയിൽ അത് വെച്ചേക്കുന്നത് ഞാൻ പറയാം. ഈ 6 വർഷം സ്വതന്ത്രനായിട്ട്, ആ 7-ാം വർഷം സ്വതന്ത്രനായി പോകുന്ന ഒരു ഇടയൻ അല്ലെങ്കിൽ ആ അടിമച്ചക്കന്, അവൻ പോകാത്തതിന് കാരണം അവൻ പിള്ളേർ കാരണം. എനിക്ക് തോന്നുന്നു കൊച്ചുങ്ങളെയൊക്കെ കളഞ്ഞിട്ട് ഒരിക്കലും ഒരു അപ്പനും പോകത്തില്ലല്ലേ. 7-ാമത്തെ വർഷം യജമാനോടുള്ള സ്നേഹം കാരണമായിരിക്കത്തില്ല, മക്കളോടുള്ള സ്നേഹം കാരണമായിരിക്കും തുടരുന്നതില്ലേ. ഹലോ, എനിക്ക് 3 പിള്ളേരുണ്ട്, എനിക്കങ്ങ് സ്വാതന്ത്ര്യം കിട്ടി, ഞാൻ പോവുമോ? എടാ പോടാ, ബാച്ചിലറായിട്ട് അങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ പോവുമോ? എൻ്റെ മക്കളെ കളഞ്ഞിട്ട് ഞാൻ പോകത്തില്ല. അവരുടെ മോഹം കണ്ട ഞാൻ ഇന്ന് ടിക്കറ്റ് മാറ്റി നാളെ പോകാനിരിക്കുക. തോത്രം. ഞാൻ എല്ലാ ദിവസവും ഫോൺ എടുക്കുമ്പോൾ എൻ്റെ ഫോൺ നിറച്ച് വോയിസ് മെസ്സേജ്, അച്ഛാ വീട്ടിൽ വാച്ചാന്ന്. ആമേ. എൻ്റെ ഇളയവൻ പറയുന്ന, അവൻ്റെ വിചാരം ഞാൻ റോഡിൽ അങ്ങോട്ട് കറങ്ങി നടക്കുക, അച്ഛൻ വണ്ടി എടുത്തെങ്കിൽ വീട്ടിൽ വാമേ. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമേരിക്ക വരിക, അച്ഛൻ ഇങ്ങ് വാ, ഞാൻ വരുന്നെന്ന്. ആമേ. ഞാൻ പറയാണ്ട് എപ്പം വരുന്നുണ്ട്, 1 മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. ഈ അടിമച്ചക്കന് സ്വതന്ത്രനായി പോകാം, പക്ഷെ കൊച്ചുങ്ങൾ കൂടെ ഉണ്ട്. എനിക്കൊന്നാ കുഞ്ഞിനിങ്ങനെ നോക്കിയിട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ അടിമയുടെ നോളാം. യേശുനാഥൻ ഈ തീരുമാനം എടുത്ത് ഇങ്ങനെ, നിങ്ങളുടെ എൻ്റെ മോൻ കണ്ടപ്പോൾ ഫ്രീ ആയിട്ട് പോകാൻ ആഗ്രഹം തോന്നിട്ട് പോകാഞ്ഞതാ. ചെവി തുളയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു പക്ഷേ ഈ കുഞ്ഞം വിരലും കൊണ്ട് ആ ചെവിയുടെ ഇങ്ങനെ തുളച്ച്, എന്തോ അപ്പ എൻ്റെ ചെവിയിൽ ഇതില്ല, കുഴപ്പമില്ല മോനെ, വളരുമ്പോൾ പറഞ്ഞുതരാം. സ്വന്തം വളരുമ്പോൾ പറഞ്ഞുതരാം. ഒരു ദിവസം വളർന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു, മോളി ചോദിച്ചു കാണും, അപ്പൻ്റെ ചെവിയിൽ എന്താ ഇങ്ങനെ തുള? കമ്മലിടാൻ വേണ്ടിയാണോ? അല്ല മക്കളെ, ആ മക്കൾക്ക് ഇപ്പം അപ്പനുള്ളത് തന്നെ ഈ തുളയുള്ളത് കൊണ്ടാണ്. സ്വത്രം. മക്കൾ ഇന്ന് അനാഥരാകാതിരിക്കുന്നത് ഈ തുള കാരണം. ഒരു സ്തോത്രം പറയുമോ? നിങ്ങൾ കൈവിടപ്പെടാതിരുന്നത് ഈ തുളയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യം കാണിച്ചു കൊടുത്തത് സ്വർഗീയ ശക്തിയല്ല, ആണിപ്പഴുള്ള കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ തുള, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കമോൺ. അടച്ച മുറിക്കകത്തോട്ട് ഇറങ്ങി വന്നിട്ട് കയ്യും വിലാപ്പുറവും കാണിച്ചു. സന്തോഷമുള്ളൊരു സ്തോത്രം പറയും. അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. കൈ പറയുന്നു എല്ലാം ചെയ്തെന്ന്, വിലാപ്പുറം പറഞ്ഞു എല്ലാം കൊടുത്തെന്ന്. ഇത്രയേ ഉള്ളൂ അർത്ഥം. നിങ്ങൾ ബാക്കി പ്രസംഗം ഉണ്ടാക്കിക്കും. കൈ പറഞ്ഞു ചെയ്യാനുള്ളതല്ല ചെയ്തു തീർത്തു, വിലാപ്പുറം പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നു. എങ്ങനെ അയക്കുന്നു? അവരെ അയച്ചത് ഏത് ചെക്ക് കൊടുത്താണെന്നറിയോ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഏതാ ചെക്ക കൊടുത്ത്? ഏത് ചെക്ക് കൊടുത്താ അവരെ അയച്ചത്? ഫിനിഷ്ഡ് വർക്കിനെ ചക്ക കൊടുത്ത്. ഏതാ ഫിനിഷ്ഡ് വർക്ക്? കൈ കണ്ടോ? കണ്ടു. വിലാപ്പുറം കണ്ടോ? ഇനി ധൈര്യമായിട്ട് പോയി പ്രസംഗിച്ചോ. എന്തോ പ്രസംഗിച്ചോണം? മുഴുവൻ ചെയ്തെന്നും പറ, മുഴുവൻ കൊടുത്തു തീർത്തെന്നും പറ. കരങ്ങളെ അടിച്ചൊരാമയം പറഞ്ഞാട്ടെ. ലോകം മുഴുവൻ ചെന്ന് അവന്റെ വിശുദ്ധന്മാർ ലോകത്തോട് പറയണം, ചെയ്യാനുള്ളതല്ല അവൻ ചെയ്തു തീർത്തു. എന്താ തെളിവ്? ഞങ്ങൾ ആ കൈ കണ്ടിട്ടാ വന്നത്. കൊടുക്കാനുള്ളതല്ല കൊടുത്തു തീർത്തു. എന്താ തെളിവ്? ഞങ്ങൾ ആ വിലാപ്പുറം കണ്ടിട്ടാ വന്നത്. വേദപുസ്തകത്തിലെ മുഴുവൻ പാഠം പഠിച്ചിട്ടല്ല സുവിശേഷ വേലയ്ക്ക് പോകണ്ടേ. ഈ 2 മുറിവ് കണ്ടിട്ട് പോകണം. മുറിവ് കണ്ട് വേലക്കിറങ്ങിയവർക്ക് സ്തോത്രം.
പ്രാർത്ഥനാ മുറിയിൽ യേശുനാഥന്റെ ചങ്കിലെ മുറിവ് കണ്ടവന് പുറത്തു വന്നിട്ട് എന്ത് പ്രസംഗിക്കാൻ പറ്റും? നീ ഒന്നും ചെയ്യണ്ട മക്കളെ, നിന്റെ വില യേശു കൊടുത്തതാ. ഹി പെയ്ഡ് ഫുൾ. അവൻ മുഴുവൻ കൊടുത്തു തീർത്തു എന്ന് ആ മുറിവ് നിന്നോട് വിളിച്ചു പറയുകയാണ്. ചെവി തുളച്ചവനായി യേശുനാഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾക്കറിയാം, ആ ഭാഗങ്ങളെല്ലാം എടുത്ത് വിശദീകരിക്കാൻ നമുക്ക് സമയം കുറവാണ്. ഒരു ഭാഗത്ത് പറഞ്ഞു ചെവി തുളച്ചിരിക്കുന്നു, മറുഭാഗത്ത് പറഞ്ഞു ശരീരമൊരുക്കിയിരിക്കുന്നു. ഫോർ വാട്ട് പർപ്പസ്? എൻ്റെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൻ്റെ പാപത്തെ സെപ്പറേറ്റ് ചെയ്ത്, അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അത് ചുമക്കാൻ എനിക്കൊരു ശരീരം വേണം. ശരീരവുമായി യോർദാന്റെ തീരത്തൂടെ നടന്നു പോകുന്ന നസ്രായനെ കണ്ടിട്ട് പുരോഹിത കുലത്തിൽപ്പെട്ട യോഹന്നാൻ, കമോൺ, അവിടെ നിന്ന് വിളിച്ചു, ദാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ല. എപ്പോഴാണ് യേശു ക്രിസ്തു ഇങ്ങനെ പോകുന്ന ഇത് വിളിച്ചു പറഞ്ഞത്? സ്നാനത്തിന് ശേഷം. അതറിയോ? യേശു സ്നാനം ഏറ്റ ശേഷം യോഹന്നാൻ യേശുവിനെ എപ്പോൾ കണ്ടാലും പറയും, ദാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. യേശുവിന്റെ സ്നാനവും നമ്മുടെ സ്നാനവും തമ്മിൽ വ്യത്യാസം അറിയോ? നമ്മുടെ ആളുകളല്ല യേശു സ്നാനപ്പെട്ടതുപോലെ സ്നാനപ്പെടണം എന്ന് പറയാം. അല്ല, റോങ്. അങ്ങനൊന്നുമില്ല. യേശുവിന്റെ സ്നാനം വേറെ, നമ്മുടെ സ്നാനം വേറെ. യേശു സ്നാനപ്പെട്ടപ്പോൾ he identified with the sinners. When I baptized, I identified with the Savior. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? യേശു പാപിയുടെ കൂടെ ഏകീഭവിച്ചത് സ്നാനത്താലാണ്. നമ്മൾ രക്ഷകനോടുകൂടെ ഏകീഭവിച്ചത് നമ്മുടെ സ്നാനത്താലാണ്. യേശുവിന്റെ സ്നാനം വേറെ, നമ്മുടെ സ്നാനം വേറെ. യേശു നമ്മളോട് ചേർന്നു സ്നാനത്തിൽ. ആമേൻ പറ. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഞാൻ യേശുവിനോട് ചേർന്നു. എത്ര പേർക്ക് സന്തോഷമായി? എനിക്കിത് നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. യേശു സ്നാനത്തിൽ പാപിയോട് ചേർന്നപ്പോൾ മാനവകുലത്തിന്റെ പാപം മുഴുവൻ അവന്റെ മേലായി. കമോൺ. ഞാൻ സ്നാനത്തിൽ യേശുവിനോട് ചേർന്നപ്പോൾ യേശുവിന്റെ മുഴുവൻ അനുഗ്രഹവും എന്നെ നോക്കിയിട്ട് ലോകം വിളിച്ചു പറയും, ഇതാ സ്വർഗത്തിന്റെ അനുഗ്രഹത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ പൈതലാമേ. യേശു സ്നാനമേറ്റ് കഴിഞ്ഞ് എനിക്ക് പാപിയോടുകൂടി ഐഡന്റിഫൈ ചെയ്തപ്പോഴേ സെക്കൻഡ് മൊമെന്റിൽ ഹി ബിക്കേംസ് ആരായി? ക്രൂശ് എടുത്തു. അതാ ബാപ്റ്റിസം എപ്പോഴും ക്രോസിന്റെ ചിഹ്നം. യേശു ക്രൂശ് എടുത്തത് മരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പല്ല, 30-ാമത്തെ വയസ്സിലെടുത്തു. തോളെടുത്തു നടക്കുക. അതുകൊണ്ട് ആര് തെറി പറഞ്ഞിട്ടും ആര് ചീത്ത പറഞ്ഞിട്ടും യേശു തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം കുരിശ് തോളിലുള്ളവന് ആരെയും പ്രതികരിക്കാൻ പറ്റില്ല. ബേൽസബൂൽ എന്ന് പറഞ്ഞപ്പോൾ മൗനമായിരുന്നു. വൈ? ഐ ആം ഗോയിങ് ടു ഡൈ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യത്തോടെ നമുക്ക് എങ്ങനെയും ഒന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ ശ്രമിക്കാം. കാരണം ഇതൊരു മണിക്കൂർ നിന്ന് പറയേണ്ട ഒരു കാര്യം. ജസ്റ്റ് കട്ട് ഷോട്ട് ചെയ്ത് ഇങ്ങനെ പറയാം. ജെരമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഒന്ന് എടുക്കാമോ? ആരെങ്കിലും ഒന്ന് എടുക്കാമോ? ജെരമ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ജെരമ്യാവിൻ്റെ പുസ്തകം 31-ന്റെ 33-ാം വാക്യം. ജെറേമിയ ചാപ്റ്റർ 31 വേഴ്സ് 33. താഴെ മക്കളെ, സോങ് ഓഫ് സോങ്, ഐസയ, ജെറമ്യ. യെസ്, 33 വേഴ്സ് 31. 31 to 31, 31, 31, 33. 31, 33. യാ ഇല്ലേ? 31, 33. നോക്കി എന്തെഴുതിയിരിക്കുന്നത്? ഇസ്രായേൽ, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇതാകുന്നു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ പോവാം. നമ്മുടെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലും സങ്കീർത്തനം 40-ലും പറയുന്നു, അവന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നു. അതാരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് തോറ ഉണ്ടായിരുന്ന, തോറ എന്ന് പറഞ്ഞാൽ ദ ഓൾ ലോ വാസ് ഇൻ ദ ഹാർട്ട് ഓഫ് ജീസസ്. എന്താ പറഞ്ഞത്? പിടികിട്ടുന്നുണ്ടോ? ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം, നേച്ചർ. ആ നേച്ചറിൽ എന്ത് കൊടുത്തിരുന്നു? തോറയെ കൊണ്ട് കർത്താവിന്റെ ഹൃദയത്തിൽ എഴുതി. നമ്മുടെ ഹൃദയത്തിലല്ല. നമ്മുടെ ഹൃദയത്തിൽ തോറ എഴുതിയിട്ടില്ല. ആമേൻ പറ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യേശുവിൻ്റെ ഹൃദയത്തിൽ എന്തെഴുതി? അത് നിങ്ങൾ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ പോയാൽ അവന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നു. ഈസ് ഇൻ മൈ ഹാർട്ട്, ഇസ് റിട്ടൺ ഇൻ ഹിസ് ഹാർട്ട്. യേശുവിൻ്റെ ഹൃദയത്തിൽ എഴുതി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ എഴുതിയിരിക്കുന്നു, ആ കാലം കഴിഞ്ഞ് ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാവുന്നു? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഈ വാക്യം ആരിൽ നിവർത്തിയായെന്നറിയോ? ക്രിസ്തുവിൽ നിവർത്തിയായി. ഇംഗ്ലീഷ് നോക്കിയാൽ, and those days in the Lord I'll put my law
in their inward parts and write it in their hearts. Inward part എന്ന് പറഞ്ഞാൽ മൈൻഡ്. Did you get me? എല്ലാവരും വാ. എവിടെ? മൈൻഡിൽ എഴുതും. മൈൻഡിൽ എഴുതും. Then I'll put my law into their inward part. Then I will write it on their heart. Law, not laws. The same word, Hebrew chapter 10 verse 16. പെട്ടെന്ന് എടുത്തോ. നിർത്താം വേഗം. Hebrew chapter 10 verse 16. Rabo Shana Hathanaya. Okay. This is the covenant that I will make with them after those days, say the Lord. I'll put my laws. എല്ലാവരും വാ. എന്തോന്ന്? LAWS. ജെറേമിയ പറഞ്ഞു, I'll put my law. Wherever we see law, LAW without S, that is old covenant. Law. Law. That was fulfilled in Jesus. Jesus in the heart, God put that Torah inside of Jesus. And he came to the world and he fulfilled the law. Amen. രക്ഷിക്കപ്പെട്ട നമ്മുടെ അകത്ത് തോറ ഇല്ല. നമ്മുടെ അകത്ത് there is no law, there is a laws. Yes. That means it's not singular, it's plural. Do you get me? But look, another രസകരമായിരുന്നു. This is the covenant that I will make with them after those days. Say the Lord, I'll put my laws into their hearts. And in their mind will I write them. തിരിച്ചാ പറഞ്ഞേക്കുന്നത്. നോക്കി. ശ്രദ്ധിക്കുന്നോ? ജെറേമിയായിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? ലോ കൊണ്ടുവന്ന് ഹൃദയത്തിൽ എഴുതിയിട്ട്, ഹൃദയത്തിലല്ല മനസ്സിൽ കൊടുത്തിട്ട് put them into the mind and write it in their hearts. ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? is the behavior. Come on. സഭയ്ക്ക് പിടിയിട്ടുണ്ടോ? ബിഹേവിയർ. ആദ്യം ന്യായപ്രമാണം യഹൂദന് കൊടുത്തപ്പോൾ അവന്റെ ബിഹേവിയറിനെ മാറ്റാനാ കൊടുത്തത്. ബിഹേവിയറിൽ കൊടുത്തിട്ടേ എങ്ങോട്ട് എഴുതത്തുള്ളൂ? ഹൃദയത്തിൽ. എന്നിട്ട് അവരുടെ നേച്ചർ മാറത്തുള്ളൂ. കമോൺ. ബിഹേവിയർ ചേഞ്ച് ആയി അതിലൂടെ നേച്ചർ മാറണം. God is putting his law into the mind and then he write it on the hearts. In the New Testament, I'll put my laws into their hearts. Then in their mind will I write them. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നേച്ചറാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ആണ്. കമോൺ. ന്യായപ്രമാണക്കാരന്റെ മൈൻഡിൽ പ്രമാണം കൊടുത്തിട്ട് സ്വഭാവം മാറ്റിയിട്ട്, സ്വഭാവം മലയാളത്തിൽ എങ്ങനെ പറയും? ക്യാരക്ടർ മാറ്റിയിട്ട്, ബിഹേവിയർ മാറ്റിയിട്ട്, പിന്നെ നേച്ചർ മാറ്റി. അത് ബാക്കി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. സ്വന്തം God tried to change their behavior, then God tried to change their heart. But in the New Testament, first of all, he put the laws into the nature. Amen. Then God is changing your behavior. ആദ്യം ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് അതുകൊണ്ട് നിന്റെ മനസ്സിൽ അതങ്ങ് എഴുതി പിടിക്കും. ആദ്യം നിന്റെ സ്വഭാവമല്ല മാറ്റുന്നത്, നിന്റെ നേച്ചർ മാറ്റിയിട്ട് നേച്ചർ നിന്റെ ബിഹേവിയറിനെ മാറ്റുവാമേ. വിശ്വസിക്കുന്നവർ നല്ല ആമേനെന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് സ്വഭാവത്തിലൊരു മാറ്റം കാണാത്തത്. The laws in their heart, but it's not written in their mind. It will take time. ഓൾഡ് ടെസ്റ്റമെന്റ് തല തിരിച്ച സ്വഭാവം മാറ്റാൻ ശ്രമിച്ചിട്ട് സ്വഭാവം മാറ്റിയിട്ട് ബിഹേവിയർ മാറ്റിയിട്ട് നേച്ചർ മാറ്റാൻ ശ്രമിക്കും. ന്യൂ ടെസ്റ്റമെന്റിൽ ഹാർട്ട് പുതിയതാക്കി. ഒരു സ്തോത്രം പറഞ്ഞ്. എന്തുകൊണ്ടാണ്? ഡയറക്റ്റ് ആയിട്ട് തന്റെ ലോസ് കൊണ്ട് തന്റെ ഹൃദയത്തിനകത്ത് ഇട്ടിട്ട് കൊടുക്കുന്നത്. അവരുടെ കല്ലായ ഹൃദയമല്ല. കമോൺ. മാംസളമായ ഒരു ഹൃദയം അവർക്ക് കൊടുത്ത് പുത്തൻ ഹൃദയവും പുത്താത്മാവിനെ അവരുടെ അകത്ത് കൊടുത്തിട്ട് തമ്പുരാൻ അറിയാം അവന്റെ നേച്ചർ മാറിയിട്ടുണ്ട്. അവന്റെ നേച്ചർ മാറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ബിഹേവിയർ മാറിയിരിക്കും. Hallelujah. That's why we are always preaching on not on behavior,
ഒരുത്തൻ നമ്മൾ കള്ളം പറയുന്നത് ആ നേച്ചറിലേക്കല്ല, നമ്മൾ അതിലേക്കല്ല പോകുന്നത്. ദ നേച്ചർ ഇസ് ട്രൂ, ദാറ്റ് ഇസ് യുവർ പൊസിഷൻ, ദാറ്റ് ഇസ് യുവർ ഐഡന്റിറ്റി. കം ഓൺ, who you are, you are perfect in Christ, but what you are doing, that's only a behavior. When it will change? It will change. Eppa change ആവും? It is already in my spirit. Come on. കാരണം your spirit is righteous. You are a righteous person. You are a right person in the presence of God. Your position is right. Come on, somebody shout hallelujah. തിരുമുമ്പിൽ നീ നിവരെയാണോ നിൽക്കുന്നത്? It will change your behavior. Hallelujah. What is the laws? No law. എല്ലായിടം ചെറിയ അക്ഷരമല്ലേ? നോട്ട് വലിയ അക്ഷരം. വലിയ അക്ഷരം എപ്പോൾ കണ്ടാലും അത് തോറയാ. ചെറിയ അക്ഷരം ദാറ്റ്സ് നോട്ട് തോറ. Laws, that is finished work. എന്താ ഫിനിഷ്ഡ് വർക്ക് അല്ല ലോസ്? ലോ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ലോ ഓഫ് ദ ലൈഫ്. ദ ലോ ഓഫ് സ്പിരിറ്റ് പറയുന്നു ജീസസ് മരിച്ചു. ലോ ഓഫ് ഡെത്ത്, ലോ ഓഫ് ലൈഫ് പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു. കമോൺ, ഓ കമോൺ. അപ്പം നിന്റെ ആത്മാവിൽ കൊണ്ട് എന്തെഴുതും? യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന മഹാസത്യത്തെ നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ട് എഴുതിയിട്ട് പറയും, that will change your behavior. Come on, somebody shout hallelujah. This is grace. God is changing your heart and changing your already നിങ്ങളുടെ നേച്ചറിൽ എന്ത് വന്നു കഴിഞ്ഞു. ഒത്തിരി ആളുകളുടെ മൈൻഡിൽ ഇതുവരെ എഴുതിയിട്ടില്ല. That's why so many problems are coming. Amen. കള്ളം പറയുന്നു, നുണ പറയുന്നു, ജഡിക ചിന്തകൾ വരുന്നു, പല പല തെറ്റിനകത്ത് വീണ്ടും നമ്മൾ ഇൻവോൾവ് ആവുന്നു. Why? It's not in their mind. It's in their heart. Already ഹാർട്ടിൽ എന്ത് എഴുതിയിട്ടുണ്ട്? Don't commit adultery എന്ന് ഒരു വിശുദ്ധന്റെ ഹൃദയത്തിനകത്ത് എഴുതിയിട്ടില്ല. സ്തോത്രം പറ. ചിലർ പറയാറുണ്ട്, അന്ന് കല്ലിൽ കൊത്തിക്കൊടുത്തു, ഇന്ന് ഹൃദയത്തിൽ കൊത്തിക്കൊടുത്തു. ആമേൻ. ഞാൻ വിചാരിക്കുന്നു ന്യായപ്രമാണത്തിലെ 10 കൽപ്പനയാണ് നിന്റെ അകത്തെങ്കിൽ നിന്റെ ജീവിതം അയ്യോ കഷ്ടം. തോത്രം. നിന്റെ ആയുസ് നീ ഗതി പിടിക്കത്തില്ല. തോത്രം. കാരണം എന്താ? അമ്മാരും ഗതി പിടിച്ചിട്ടില്ല. ലോസ് കൊണ്ട് ആരും നന്നാവത്തില്ല. മോറൽ സ്റ്റാൻഡേർഡ് മാത്രമേ കൂടൂ. സ്പിരിച്വാലിറ്റി വളരത്തില്ല. Spirituality is not based on law. Spirituality is based on laws. എന്താ laws? Finished work. എന്താ finished work? Jesus died on the cross, paid for everything on the cross, redeemed us. He became the ransom price. He became the propitiation. He has done everything on the cross. Now he is the propitiation in the presence of God. He has risen from the dead. That is the law is written in your spirit. Oh, hallelujah. Are you happy? അപ്പോൾ നമ്മൾ ഒത്തിരി പറയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് സംസാരിക്കുക പറയുന്നത്, അബ്രഹാമിന് ഉൽപ്പത്തി 15 80ാമത്തെ വയസ്സിരിക്കട്ടെ, 80ാമത്തെ വയസ്സിലാണ് നീതീകരണം വന്നത്, ഇല്ലേ? സെറ്റ് റൈറ്റ്? എത്രാം വയസ്സിൽ? ഒരു 80 വയസ്സായപ്പോൾ വിശ്വാസം നീതീകരിച്ചു. ആ നീതീകരിച്ച എങ്ങാരിലൂടെ ഒരു നല്ല സ്വഭാവം വെളിപ്പെട്ടത് എന്താണെന്നറിയോ? കക്ഷിക്ക് 130 വയസ്സായപ്പോഴാണ് ആണ്ട കിടക്കുന്നത്. 80ാമത്തെ വയസ്സിൽ വിശ്വാസത്താൽ നീതീകരിച്ച് നീതിമാനെന്ന് ദൈവം പ്രഖ്യാപിച്ചു. പക്ഷെ ഈ ആളിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിന്റെ ബലം വന്നത് 50 വർഷം കഴിഞ്ഞ. ചിലർക്കൊരു ആശ്വാസം, ഹല്ലേലൂയ, അതായില്ലേ സത്യം. അവട്ടവാ 130 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരോടെ സംസാരിക്കുന്നത്. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? എന്താ ദൈവം ഇത് വെച്ചെന്നറിയോ? എന്താ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം ഫലം വരാഞ്ഞ്? തൊട്ടടുത്ത ദിവസം എന്ന ഫലം എന്തെന്നറിയോ? 15 നീതീകരിക്കപ്പെട്ടവൻ 16 TPM പോയി. സ്തോത്രം, പോയി പോട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. യു ആർ മൈ സിസ്റ്റർ, ഐ ആം യുവർ ബ്രദർ. ഇത്രയേ ഉള്ളൂ. സ്വന്തം ഭാര്യയെ നോക്കി സിസ്റ്റർ എന്ന് വിളിക്കുന്ന ഭൂമിയിൽ ഏതാ ഗ്രൂപ്പ് അവരാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ആർക്കെങ്കിലും അതിനകത്ത് അള്ളമുണ്ടതിനോട് പണം കണ്ട സ്നേഹത്തോടെ അങ്ങ് ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടാൽ മതി. അവിടെ ഇരി. ഭൂമിയിലെ സ്വന്തം ഭാര്യ നോക്കിയിട്ട് ഇന്ന് പോലെ നീ എൻ്റെ സിസ്റ്ററാണ് ഗ്ലോറി. ഒരു സഹോദരൻ എന്നെ ഒരിക്കൽ, ഷീസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു 2 ഡോക്ടറാണ്. മക്കള് കല്യാണം കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞ് പറഞ്ഞു, നീ ഇന്ന് പോലെ എൻ്റെ സിസ്റ്റർ, ഞാൻ നിൻ്റെ ബ്രദറുവാ. സ്വോത്രം. ഞാൻ അവൾ ബാക്കി പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഒറ്റ ദിവസം 2ാം ദിവസം എന്താ പറഞ്ഞു? സാറായി നോക്കി, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് സത്യത്തിൽ അടി കൊടുക്കേണ്ടത് ആർക്കാ? അബ്രഹാമിനെ കിട്ടക്ക് അടി കൊടുക്കേണ്ടത്. കാരണം സ്വന്തം ഭാര്യയെ നോക്കിയിട്ട് ഷീസ് മൈ സിസ്റ്റർ,
ദയവായിട്ട് ജീവിതം കൊടുത്താട്ടെ. ആമേൻ. പാവം അബിമേലക്ക് അവളെ വിളിച്ചുകൊണ്ട് പോയി ജീവിതം കൊടുക്കാൻ കൊണ്ടുപോയത്. രാത്രി കർത്താവ് ഇയാളെവിടെ കിടക്കുക, ഇയാൾ കൂടാരത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അബിമേലക്കിൻ്റെ വീട്ടിൽ ആര് കിടക്കുന്നു? സാറായി. സ്വർഗത്തിലെ ദൈവം എവിടെ ഇറങ്ങി ചെന്ന്? അബിയുടെ വീട്ടിൽ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു കൊന്നുകളയെന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ അബി പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല, അത് സിസ്റ്ററാണ്, സിസ്റ്റർ ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു, എന്നെ ഒന്ന്. അപ്പൊ ദൈവം ചോദിച്ചു, യു നോ ഹീസ് എ പ്രോഫറ്റ്. ഞാൻ ബൈബിൾ വായിച്ചിട്ട് തിരിച്ചും മറിച്ചും വായിച്ചിട്ട് ഇന്ന് വരെ ഇങ്ങാര് പ്രവചിച്ചതായിട്ട് എങ്ങുമില്ല. പക്ഷേ ഒരു കറക്റ്റ് പ്രവചനം നടത്തി. അതെന്തെന്നറിയോ? നീ സുന്ദരിയാകയാൽ അവന്മാർ നിന്നെ തട്ടിക്കൊണ്ടുപോകും. പുള്ളി ലോകത്ത് നടത്തിയ ഏക പ്രവചനം അതാണ്. നീ സുന്ദരിയാണ്, നിന്നെ അവന്മാർ കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് സിസ്റ്ററും ബ്രദറും കളിക്കാം. സ്വർഗത്തിലെ ദൈവം ഈ പ്രവചനം കാട്ടിയിട്ട് അബിയോടി എന്ന് പറഞ്ഞു, യു നോ ഹീസ് എ പ്രോഫറ്റ്. അത് തന്നെ സംഭവിച്ചിരിക്കാമേ. നല്ല സഭ കള്ളം പബ്ലിക്കിൽ ബൈബിളിൽ എഴുതി വെച്ചു. നമ്മുടെ അങ്ങനെ പബ്ലിക് ഇതുപോലെ കള്ളം എഴുതാൻ പറ്റും? നമ്മൾ മാറ്റി പഠിച്ചു വായിക്കത്തില്ലേ ബൈബിള്? നമ്മൾ വിശ്വാസിയുടെ പിതാവ് എന്ന് വിളിക്കുമ്പോഴും പുള്ളിയുടെ കള്ളത്തരം എഴുതി വെച്ചേക്കുക. 86 വയസ്സായപ്പോൾ അമ്മാമ്മ പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ, എന്തായാലും മക്കൾ പോരെ, അച്ഛൻ ധൈര്യമായിട്ട് പോകും. സ്തോത്രം. എവിടെ അച്ഛൻ വേലക്കാരിയുടെ കൂടെ. ഇതെന്തൊരു ഭാര്യ, സാറാമ്മയെ പോലെ ആകാതിരിക്കണം എല്ലാവരും. ആമേൻ പറ. ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് സാറാ. 86ാമത്തെ വയസ്സിൽ പുള്ളി പറഞ്ഞ ഐ ഹാവ് ദ പവർ വണ്ടർ വർക്കിംഗ് പവർ. ആമേൻ. പുള്ളി പവർ കാണിച്ചു. അമ്മ പറഞ്ഞ ആമ ഉണങ്ങി, ഞാൻ ഉണങ്ങിയിരിക്കുക. അച്ഛൻ പവർ വെളിപ്പെടുത്തി. 86ാമത്തെ വയസ്സിൽ കിട്ടിയടാ ഇസ്മായിൽ. തലവേദന പിടിച്ചൊരു തലമുറ ഇന്ന് ഭൂമിക്ക് ഏറ്റവും വലിയ ഭാരവന്മാരാ. ഹലോ, നീതീകരണം പ്രാപിച്ചവൻ ഒപ്പിച്ച തലമുറയാ അന്തിക്രിസ്തുവായിട്ട് വരാൻ പോവുക. സ്തോത്രം പറ. അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ പോപ്പാന്നൊന്നും വിചാരിക്കരുത്. പാവം പോപ്പിനെ വിട്ടു. സ്തോത്രം. പുള്ളി യേശുവിൻ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നടക്കട്ടെ. അദ്ദേഹം ഒന്നുമല്ല, വരാൻ പോകുന്നു. ദാണ്ടെ മധ്യേഷ്യ രാജ്യങ്ങളിൽ, പൂർവേഷ്യൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സാമ്രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഗെറ്റ് റെഡി. 666 ചിപ്പ് വരുന്നൊന്നും ആരും പേടിക്കണ്ട. സ്തോത്രം പറ. നമ്മുടെ മലയാളിക്കൊക്കെ അമേരിക്ക ചിപ്പ് എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. ഞാൻ പറയാം, അമേരിക്കയിലെ ചിപ്പിനെ കുറിച്ച് പേടിക്കാതെ കേരളത്തിലെ ചിപ്സിനായി സ്തോത്രം ചെയ്യാമേ. അയ്യോ വിയറിങ് ചിപ്പ്. അവിടുത്തെ കേരളത്തിലെ എല്ലാ വേദിയിലും ചിപ്പ് വരുന്ന പേടിച്ചോളാം. ഇവൻ്റെ പ്രശ്നം റേഷൻ കടയിൽ ഇനി എങ്ങനെ അരി വാങ്ങിക്കുമെന്നാ. ആമേ. ഇത് കുത്തിയല്ലേ? സത്യത്തിൽ റേഷൻ ഒന്നുമല്ല. എനിക്ക് സമയമില്ലാതെ പബ്ലിക്കിൽ ഇപ്പോൾ പറഞ്ഞു തരാൻ. ദാറ്റ്സ് നോട്ട് 66, ഇറ്റ്സ് നോട്ട് എ നമ്പർ, ഇറ്റ്സ് എ മുദ്രയാണ്. അതൊരു റിലീജിയസ് മുദ്രയാണ്. സ്വീകരിക്കാത്തവനെ കൊല്ലുന്നതാണ്. അല്ലാതെ റേഷൻ കടയിൽ അരി വാങ്ങിക്കുന്ന കേസല്ല. The church don't worry of anything. Our Savior is with us. Amen. ആ ഭാഗം പറഞ്ഞു വിടുന്നു. കർത്താവ് ആശീർവദിക്കട്ടെ. മുമ്പോട്ട് പോവാം. ഇശ്മായേൽ കയറി ജനിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി മൊത്തം കുഴപ്പക്കാരനാ. ഒരു നല്ല കാര്യം പുള്ളി വന്നിട്ടില്ല. കള്ളത്തരം, അവിശ്വാസം, സകല സംശയം വന്നു. പക്ഷേ 50 വർഷം കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി 15 വന്ന നീതീകരണത്തിൻ്റെ ഫലം, ഓ ജീസസ്, ഉൽപ്പത്തി 22 വെളിപ്പെട്ടു. എപ്പോഴാണ് വെളിപ്പെട്ടത്? 22, 30, 50 വർഷം കഴിഞ്ഞപ്പോൾ മകനെ താന്ന് പറഞ്ഞു, ഇതെൻ്റെ മകനല്ല കർത്താവേ, എൻ്റെ ബ്രദറാന്ന് പറഞ്ഞു. സ്തോത്രം. പറഞ്ഞോ, കളിപ്പിച്ചോ. ധൈര്യമായ ഒറ്റ രാത്രി വിറകും കീറി പ്രഭാതത്തിൽ മകനുമായി മോറിയാദേശത്തേക്ക് കയറി ചെന്നു. എന്തിനു പോയി? ഞാൻ അന്ന് പ്രാപിച്ച നീതിയുടെ ഫലം ആ മലയുടെ മുകളിൽ വെളിപ്പെടുത്താൻ. നീതിമാനാകാനുള്ള പോക്കല്ലത്, നീതിമാൻ ആയത് കൊണ്ടുള്ള പോക്ക. ക്രിസ്തുവിനെ നീതീകരണം പ്രാപിച്ച നിന്നിലൂടെ അടുത്ത ദിവസം ഫലം വരത്തില്ല. ഫലം വരാൻ സമയമെടുക്കും. ഒരു ദിവസം ഫലം വന്നാൽ മരണത്തെ പോലും മാറ്റി നിർത്തി നീ നീതിമാനാണെന്ന് പബ്ലിക്ക് തെളിയിച്ചിരിക്കും. ഓ, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പാപത്തോട് എതിർക്കുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നീതിയുടെ ഫലം പുറത്തു വന്നാൽ പാപത്തെ മരണം കൊണ്ടുപോലും തടയാൻ മരിച്ചാൽ പോലും ചെയ്യത്തില്ലെന്ന് പറയുന്ന ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് കയറണോ? You are growing in the righteousness of God. Are you happy people of God? വാക്കുകൾക്ക് നിർത്തുക, സമയമായി. എല്ലാവരും ലാസ്റ്റ് വേർഡ് ഒന്നുകൂടെ ഞാൻ പറയാം. പഴയ നിയമത്തിൽ ആദ്യം അവരുടെ മൈൻഡിൽ കൊടുത്തിട്ട് സ്വഭാവം മാറ്റി ഹൃദയത്തിൽ എഴുതാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കി, പുതിയ ഹൃദയം നൽകി. അവൻ്റെ ഫിനിഷ്ഡ് വർക്ക്. എല്ലാവരും പറയാം, ഏത് വർക്ക്? അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന നിയമം ഏതാണ്? ദ ലോ ഓഫ് ദ ഫിനിഷ്ഡ് വർക്ക്. എന്താണ് ആ ലോസ്? The law of the spirit and the law of life. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിന്റെ ഹൃദയത്തിനകത്തോട്ട് കൊണ്ടിട്ടിട്ട് പറഞ്ഞു, it will change your nature, it will change your behavior, it will change your character, it will change you totally and transform you. Are you really happy people?
യേശുവിൻ്റെ ഫിനിഷ്ഡ് വർക്ക് എല്ലാവരുടെ അകത്തുണ്ട്. പോൾ വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഉറക്കെ പറ, വരുത്തുമെന്നല്ല, വരുമെന്നുമല്ല, വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതന്ത്രനായതല്ല, ഈ ലോ എന്നെ സ്വതന്ത്രനാക്കി. ആമേൻ. ഓ, വാക്കുകൾക്ക് വിരാമമില്ല. തുടക്കം നോ കണ്ടംനേഷൻ, ഒടുക്കം എന്താ? നമ്മൾ തമ്മിൽ ഒരിക്കലും ഇനി വേർപിരിയത്തില്ല. സന്തോഷമാണോ പറയാൻ? ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്, നോ കണ്ടംനേഷൻ എൻസ് വിത്ത് നോ സെപ്പറേഷൻ. സന്തോഷമായോ? തുടക്കം എന്ത് പറഞ്ഞു? നോ കണ്ടം. അപ്പൊ ദൈവം എന്നെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ക്യാമ്പല്ലേ, പറയാം. ദൈവം നമ്മളെ നോക്കി പറഞ്ഞു നോ കണ്ടംനേഷൻ. നമ്മൾ തിരിച്ചെന്താ പറഞ്ഞു? നമ്മുടെ പ്രതികരണം എന്താ? കർത്താവേ നോ കണ്ടംനേഷൻ ആണോ? യെസ്. എങ്കിൽ നോ സെപ്പറേഷൻ. അപ്പം നമ്മുടെ റെസ്പോൺസ്, എങ്കിൽ നമ്മൾ തമ്മിൽ ഇനി വേർപിരിയില്ല. സന്തോഷ വാർത്ത. തുടക്കം നോ കണ്ടംനേഷൻ, ഒടുക്കം നോ സെപ്പറേഷൻ. അതിൻ്റെ ഇടയ്ക്ക് അടിയാണോ? എടിക്ക് തലകുത്തി വീഴുവോ? ഇല്ല. ഇവയിലൊക്കെയും പൂർണ്ണ ജയം. I'm more than a conqueror in Christ Jesus. എൻ്റെ തുടക്കത്തിൽ നോ കണ്ടംനേഷൻ, എൻ്റെ ഒടുക്കത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയത്തില്ല. ഇതിൻ്റെ നടുവിലുള്ള എൻ്റെ ജീവിതം നോ ഡിഫീറ്റ്. ഉറക്കപ്പറ. എല്ലാവരും ഈ ആപ്തവാക്യം കാണാതെ വിളിച്ചു. നമ്മുടെ കൃപയുടെ ഒരു ആപ്തവാക്യം നോ കണ്ടംനേഷൻ. അല്ല, നിങ്ങൾ തിരിച്ചു പറയണം. നമ്മൾ സിന്താവ പറയാൻ പോവാ. നോ കണ്ടംനേഷൻ. ഒന്ന് ഉറക്കെ പറയാം. എല്ലാവരും കൈവച്ചാ. നോ സെപ്പറേഷൻ, നോ കണ്ടംനേഷൻ. ഉറക്കം തൂങ്ങി പറയാതെ. നോ കണ്ടംനേഷൻ, നോ സെപ്പറേഷൻ, നോ കണ്ടംനേഷൻ, നോ കണ്ടംനേഷൻ. കേരള ഓർമ്മ വരുന്നില്ലേ? തിരുവനന്തപുരത്ത് ഞങ്ങൾ ഡെയിലി കാണുന്നു. നോ കണ്ടംനേഷൻ, നോ കണ്ടംനേഷൻ, നോ കണ്ടംനേഷൻ. In between, no defeat. Arka para, no defeat. Are you happy? Start your life with no condemnation, ends with no separation, in between no defeat. Oh, come on, people of God. രണ്ട് കരങ്ങൾ അടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്ത്. Come on. It's in your heart. It's written in your spirit. Let's stand up in the presence of God today. ഇപ്പം ഉണ്ട്. നമുക്കൊരു പ്രാർത്ഥിക്കാം. ഒന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഈ നമ്മളിവിടെ വന്ന ഒരാൾക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ വിക്കി എന്ന് പറയുന്ന ഒരു ലേഡി ലെസ് ദാൻ 30 years old, സിവിയർ ബാക്ക് പെയിൻ ആയിട്ട് കിടക്കുകയാണ്. So they asked our prayer. So now we are going to pray together as a body of Christ. As we're going to pray, she's going to see the deliverance now. Are you happy? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കുന്നു. എന്തുകൊണ്ടാണ് വിടുതൽ നടക്കുന്നത്? അവിടെ ഇവിടെ നമ്മെ ദൂരമില്ല. അതുകൊണ്ടാണ്. There is no distance in New Testament. ഡിസ്റ്റൻസ് ഇല്ല. കാരണം യേശു അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് രണ്ടും ഒരു ശരീരമാണ്. എല്ലാവരും വാതുറന്ന് പറ, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിക്ക് സൗഖ്യം വന്നിരിക്കുക. സ്തോത്രം. ശബ്ദമേതര ഹല്ലേലൂയ പറഞ്ഞാര്. പെയിൻ പോയി കഴിഞ്ഞു. ആമേൻ. സിമ്പിൾ. ഒരു സ്തോത്രം ഒന്നുകൂടെ പറ. യേശു ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ജീവന്റെ പ്രമാണം അകത്തുള്ളവരെല്ലാം നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. കണ്ണുകൾ അടച്ചു വായി തുറന്നവന് സ്തോത്രം ചെയ്തു. യേശുവിനോട് പറ, കർത്താവേ, എനിക്ക് ശിക്ഷയില്ലാത്തൊരു ജീവിതമാണെങ്കിൽ നമ്മൾ തമ്മിൽ പിരിയാത്തൊരു ജീവിതം ദാണ്ട് വരികയാണ്. എൻ്റെ ജീവിതം തീരുമ്പോൾ ഞാൻ വിളിച്ചു പറയും, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും പിരിയത്തില്ല. നോ സെപ്പറേഷൻ. കർത്താവേ, നീ എന്നെ പിരിക്കരുത് എന്നൊരു അപേക്ഷയല്ല, അവിടെ പിരിയാൻ പറ്റില്ലെന്നൊരു തോന്നലുമല്ല. ഇവയ്ക്ക് എന്നെ പിരിക്കാൻ പറ്റില്ലെന്ന് പൗലോസ്. ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് these all things cannot separate me from the love of Jesus Christ. How many of you have that confidence in your heart today? മരണം വന്നാൽ പോലും എന്നെ കർത്താവിന് പിരിക്കാൻ പറ്റത്തില്ലെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയാണ് ഏത് പാപത്തിന് നിന്നെ പിരിക്കാൻ പറ്റും? No sin, no temptations, nothing can separate you from the presence of God, from the love of God. യേശുവിൻ്റെ പ്രമാണമകത്തുള്ളവർക്കായി സ്തോത്രം.
10 കൽപ്പന നിന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് നീ ചിന്തിക്കരുത്. നിന്റെ ഹൃദയത്തിൽ ലോസ് ഉണ്ട്. ദ ലോ ഓഫ് ദ ലൈഫ് ആൻഡ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഈ രണ്ടും കൂടെ ചേർത്ത് നിന്നോട് വിളിച്ചു പറയും, ദാറ്റ് ഈസ് ക്രോസ് ആൻഡ് റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ നടുവിൽ നീ വന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. ഇതിനകത്ത് ബലഹീനരായിട്ട് വന്നവരുണ്ടോ? കർത്താവ് നിങ്ങളെ ഈ നിമിഷം തന്നെ വിടുവിക്കുകയാണ്. റിസീവ് ചെയ്തു. അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും രോഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത് നിൽക്കുന്നവർ അവരെ ഒന്ന് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. ബലഹീനരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കുക. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. കർത്താവ് ഇതിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുക. ബലഹീനരില്ലെങ്കിൽ കർത്താവിന് മഹത്വം. ഇതൊരു സഭയുടെ നേച്ചറാണ്. ആമേൻ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ, ഇൻ കേസ് രോഗിയായാൽ മൂപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചോളാനാ. നോർമലി ക്രിസ്ത്യാനിറ്റിയിൽ രോഗം ഒരു നോർമൽ ഇതല്ല, ഇറ്റ്സ് അബ്നോർമാലിറ്റി. ആമേ. റൈറ്റ് നൗ ഗോഡ് ഈസ് ഹീലിംഗ് എവ്രി വൺ. ഗോഡ് ഈസ് ആരേലും ഉണ്ടെന്ന് കൈ ഉയർത്തിക്കൂ. ആരേലും ഉണ്ടെന്ന് കൈ ഉയർത്തിക്കൂ. അവരുടെ അടുത്ത് നിൽക്കുന്നവർ അവരെ കൈവശാൽ മതി. വേറെ ഒന്നും വേണ്ട. ഇവിടെ വേറെ ഒന്നുമാണ്. ഇവിടെ നമ്മളല്ല, ഒരു ശരീരമാണ്. തലയിൽ അഭിഷേകം മുഴുവൻ ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. വി ആർ സെയിം അനോയിന്റഡ് വൺ. ആമേൻ. നോ ചെറുതും വലുതും ഒന്നും ഇതിനകത്തില്ല. അത് പഴയ നിയമത്തില്ല. ഡബിൾ പോർഷൻ, സെക്കൻഡ് പോർഷൻ, തേർഡ് പോർഷൻ. ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. വി ആർ ഓൾ അനോയിന്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. You have the power of God in you. You have the authority of God in you. How many believe that you have the life of God in you? എല്ലാവരും വായി തുറന്ന് പറ, I have the life of God in me. Hallelujah. യേശുവിന്റെ ജീവനകത്തുള്ളവർക്കായി സ്തോത്രം. മരണത്തിന്റെ പ്രമാണത്തെ ശാസിച്ചകറ്റുന്ന, അതിനെ ഉടച്ചു കളയുന്ന, ബന്ധനത്തെ അഴിച്ചുവിടുന്ന ജീവന്റെ പ്രമാണമകത്തുള്ളവർക്കായി സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആ കരങ്ങൾ ഉയർത്തിയവർക്കായി സ്തോത്രം. ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൊടുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ വിശ്വാസത്താൽ സൗഖ്യത്തെ കൽപ്പിച്ച് അങ്ങേക്ക് സ്തോത്രം കരയറ്റുകയാണ്. എപ്പോൾ ഈ നിമിഷം യേശുവിന്റെ നാമത്തിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബലഹീനതകൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ വിടുതലുകൾ വ്യാപരിക്കുന്നതിന് നന്ദി. യേശുവിന്റെ പ്രമാണമകത്തുള്ളവർക്കായി സ്തോത്രം. താങ്ക് യു. ലിസൺ ടു മീ. എല്ലാവരും വാ തുറന്ന് പറ, ഫിനിഷ്ഡ് വർക്ക് എൻ്റെ അകത്തുണ്ടെന്ന് പറ. വാട്ട് ഈസ് ദ ലോ ഇൻ യുവർ ഹാർട്ട്? എന്താ നിങ്ങളുടെ അകത്തിരിക്കുന്ന പ്രമാണം? ഫിനിഷ്ഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദ ലോസ്? ദ ലോസ് ഓഫ് ദ ഫിനിഷ്ഡ് വർക്ക് ഈസ് റിട്ടൺ ഇൻ യുവർ ഹാർട്ട്. നിന്റെ അകത്ത് നിന്നോട് എപ്പോഴും പറഞ്ഞ നിയമം എന്താ? യേശു എല്ലാം ചെയ്തെന്നല്ലേ? ആമേൻ പറ. അവൻ മരിച്ചെന്നല്ലേ? അവൻ അടക്കപ്പെട്ടെന്നല്ലേ? അവൻ അത് ചെയ്തെന്നല്ലേ? That is the law is already in your heart. നിങ്ങളുടെ മൈൻഡ് മാറാൻ പോവോ? നിങ്ങളുടെ മനസ്സ് മാറാൻ പോവോ? എനിക്ക് ഇവിടെ അങ്ങനെ നിൽക്കാൻ സമയമില്ല. ഇറ്റ് വിൽ ചേഞ്ച് യുവർ മൈൻഡ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ മെറ്റനോയിയ, മാനസാന്തരം. How you are repenting, brother? Because of finished work in you. The finished work in you will change your mind, change your thought pattern, change your behavior, change your character. Once ഒരു ദിവസം നിങ്ങൾ വരും, ആരാമെന്നറിയോ? യേശുവിനെ പോലെയാകും. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ 100 കണക്കിന് ആൾ ഇവിടെ കാണും. ഇത്രയല്ല, ഇതൊരു തുടക്കം. ഇത് ഫസ്റ്റ് ബോൺ ആണ്, ആദ്യ കറ്റയാ. ആമേൻ പറ. അമേരിക്കയിൽ നിന്ന് അറുത്തെടുത്ത ആദ്യത്തെ കറ്റയാണിത്. ആമേൻ പറ. ഇതിനെ നീരാജനം ചെയ്യാൻ കൊണ്ടുവന്നതാ. ഇത് നീരാജനത്തിന്റെ കറ്റയാ. വലിയൊരു കൊയ്ത്ത് ബാക്കിയുണ്ട്. ഇവിടുന്ന് ഇത് അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൊയ്ത്തിന്റെ സമയമായി കഴിഞ്ഞു. ഹല്ലേലൂയ. ഓരോരുത്തർ യേശുവിനെ പോലെ ആകാൻ പോവുക. Each and every one is going to be like Jesus Christ. You are going to live like Jesus. You are going to behave like Jesus. യേശുവിനെ പോലെ അത്ഭുതം ചെയ്യുന്ന കഥയല്ല, യേശുവിനെ പോലെ ജീവിക്കുന്ന കഥ. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ പറ്റില്ലെന്ന് വരും, പക്ഷേ യേശുനാഥനെ പോലെ ജീവിക്കാൻ പറ്റും. Your miracles will not go to heaven, but your behavior will go to heaven. Your life will go to heaven. നീ ഇവിടെ ചെയ്ത പ്രവൃത്തിയല്ല നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നേ, നീ ഇവിടെ ജീവിച്ച ജീവിതമാ നിത്യത മുഴുവൻ തിളങ്ങാൻ പോന്നെ. ഓ, എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? Take the life of Jesus. Let it നിങ്ങളുടെ അകത്ത് നടയട്ടെ. It will change your mind. നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ വന്ന് നീ പ്രവർത്തിച്ചതിന് നന്ദി, ചലിച്ചതിന് നന്ദി. Thank you for the word of God. Thank you for the anointing. Thank you for the revelations. Let it അവരുടെ അകത്തത് കത്തട്ടെ കർത്താവേ. ഒരു ജീവനായത് മാറട്ടെ. യേശുവിനെ കണ്ടുകൊണ്ട് അവർ മടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഷൗട്ട് ചെയ്തൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Are you really happy? ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, ദയവായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. അല്ല, അതിനു മുമ്പ് നമ്മുടെ അപ്പച്ചൻ വന്നാൽ സീ ഓൺ അവൻ്റെ കൂടെ കാണാം. ആർ യു ഹാപ്പി? പ്രത്യാശയൊന്നുമില്ലേ? എല്ലാവരും